നമുക്ക് ഇന്ന് ആട്ടക്കഥാ സാഹിത്യത്തിൻ്റെ ചരിത്രം പറയാം. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്ടക്കഥയാണെങ്കിലും മഹാകാവ്യമാണെങ്കിലും ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗം ഉണ്ടെങ്കിൽ അത് മാത്രം വായിക്കുക എന്നുള്ളതാണ് ഒരു രീതി. നോവലിന് അങ്ങനെയല്ല. ഇപ്പോൾ ഒരു പക്ഷേ MTയുടെ ഒരു നോവൽ പഠിക്കാനുണ്ടെങ്കിൽ ചില കുട്ടികളെങ്കിലും MTയുടെ മറ്റ് നോവലുകളെങ്കിലും വായിച്ചു എന്ന് വരും. പക്ഷെ നേരെ മറിച്ച് മഹാകേരളത്തിലെയോ കേശവീയത്തിലെയോ ഏതെങ്കിലും ഒരു സർഗം എന്ന് വെച്ചാൽ അത് മാത്രം വായിക്കും. നളചരിതത്തിലെ ഒരു ഭാഗമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം വായിക്കും. അതിൻ്റെ അപ്പുറവും ഇപ്പുറവും നോക്കില്ല. പക്ഷെ മലയാളത്തിലെ പ്രത്യേകിച്ച് മണിപ്രവാള കാലഘട്ടത്തിലെ വളരെ സമ്പന്നമായ കേരള സംസ്കാരത്തിൻ്റെ മുദ്ര പതിഞ്ഞ ഒരു കലാരൂപമാണ് കഥകളി. അതിൻ്റെ സാഹിത്യം എന്നുള്ള നിലയിൽ ആട്ടക്കഥയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് നമ്മളുടെ സാഹിത്യ ചരിത്രത്തിൽ. അതുകൊണ്ടാണ് ഇന്ന് ആട്ടക്കഥാ സാഹിത്യത്തെ പറ്റി പറയാം എന്ന് തീരുമാനിച്ചത്. നമ്മളുടെ പുതിയ കുട്ടികളിൽ എത്ര പേര് കഥകളി കണ്ടിട്ടുണ്ടാവും എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ TV-യിലൊക്കെ ഇടയ്ക്ക് കഥകളിയുടെ ചില ഭാഗങ്ങൾ കാണിക്കാറുണ്ട്. നാട്ടിൽ പല ദിക്കുകളിലും കഥകളി ക്ലബ്ബുകൾ കൃത്യമായിട്ട് മാസത്തിലൊരു ദിവസം കളി നടത്താറുണ്ട്. അങ്ങനെ കളി അരങ്ങുകൾക്ക് പഞ്ഞമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു ക്ലാസിക് കല ആസ്വദിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ക്ലാസിക് സംഗീതം ആസ്വദിക്കുന്ന പോലെ തന്നെ ഒരുപാട് അരങ്ങ് കളി കാണുക എന്നുള്ളത് മാത്രമാണ് കഥകളി ആസ്വദിക്കാനുള്ള ഒരേ ഒരു വഴി. അതിനാളുകൾ തയ്യാറല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ വിശിഷ്ടമായിട്ടുള്ള കല പലപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെടുന്നത്. അത് ഞാനൊരു സാധാരണ ഒരു ഒബ്സർവേഷൻ എന്നുള്ള നിലയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്കിതിൻ്റെ സാഹിത്യപരമായ മേന്മകളെയും അതിൻ്റെ ചരിത്രത്തെ പറ്റിയുമാണ് പറയുന്നത്. ആട്ടക്കഥാ സാഹിത്യത്തെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ കഥകളിയുടെ ചില ചടങ്ങുകളെ പറ്റി കൂടി സാമാന്യമായ ചില ധാരണ വേണം. ആദ്യം തന്നെ ഈ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ആട്ടക്കഥ, കഥകളി ഇത് രണ്ടും രണ്ടാണ്. പര്യായം എന്നുള്ള നിലയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് ശരിയാണ്. എങ്കിലും ഈ കഥകളിയുടെ സാഹിത്യ രൂപം ആണ് ആട്ടക്കഥ. അല്ലെങ്കിൽ മറിച്ചും പറയാം, ആട്ടക്കഥയുടെ രംഗാവിഷ്കാരം ആണ് കഥകളി. ആട്ടക്കഥയുടെ രംഗാവിഷ്കാരമാണ് കഥകളി. ചില ആട്ടക്കഥകൾ രംഗത്ത് ശോഭിക്കില്ല, പക്ഷെ വായിച്ച് രസിക്കാൻ നല്ലതായിരിക്കും. വായിക്കുമ്പോൾ വലിയ മെച്ചമൊന്നും ഇല്ലാത്ത ചിലത് രംഗത്ത് ശോഭിച്ചു എന്നും വരും. നാടകത്തിലും അങ്ങനെ തന്നെയാണ്. ചില നാടകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അതിഗംഭീരം എന്ന് തോന്നും. അത് സ്റ്റേജ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ മഹാപൗറായിട്ട് തോന്നും. നേരെ മറിച്ച് ഒരു ശരാശരി നാടകം ആണല്ലോ ഇത്, പക്ഷെ സ്റ്റേജിൽ അത് എരമ്പും. അങ്ങനെ ഈ രംഗഭാഷയിലേക്ക് മാറ്റിയെടുക്കുമ്പോൾ മികച്ചതായി തോന്നുന്ന സാഹിത്യ രൂപങ്ങളുണ്ട് മറിച്ചും. അതുകൊണ്ട് നമ്മൾ ഈ ആട്ടക്കഥാ സാഹിത്യത്തെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ലിഖിത രൂപമാണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ടെക്സ്റ്റാണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ പെർഫോമൻസ് അല്ല. ആട്ടക്കഥയുടെ രംഗാവിഷ്കാരമാണ് കഥകളി, അല്ലെങ്കിൽ കഥകളിയുടെ മൂലപാഠം ആണ് ആട്ടക്കഥ. ഈ ഒരു വ്യത്യാസമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കഥകളിയുടെ സാഹിത്യ രൂപം ആട്ടക്കഥ, ആ സാഹിത്യ രൂപത്തിൻ്റെ ആവിഷ്കാരം കഥകളി. ഇത് ആവർത്തിച്ച് പറയാനൊരു കാര്യം, സാഹിത്യരൂപമായ ആട്ടക്കഥയിൽ ധ്വനിഭംഗികൾ ധാരാളം ഉണ്ടാവാം. അവ രംഗത്ത് പലപ്പോഴും ആവിഷ്കരിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് മുമ്പ് കഥകളിയെപ്പറ്റി സാമാന്യമായി ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കഥകളി വേഷം, കഥകളിയുടെ ചടങ്ങുകൾ തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ. കഥകളി കുറച്ച് പേർക്ക് കാണാൻ വേണ്ടിയുള്ള ഒരു കലാരൂപം ആണ്. അത് ഒരു ബഹുജന അടിത്തറയിൽ കാണാനുള്ള കലാരൂപമൊന്നുമല്ല. ഏറിക്കഴിഞ്ഞാൽ ഒരു സമയം ഒരു 50-60 പേർക്ക് കാണാനുള്ള കലാരൂപമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ് ഇതിൻ്റെ രംഗ
കഥയാവിഷ്കാരത്തിൽ ഒരു മനുഷ്യൻ്റെ മുഖമാണ് പ്രധാനം. മനുഷ്യൻ്റെ മുഖത്തിന് നിയതമായൊരു വലിപ്പമുണ്ട്. ആ മുഖത്ത് വരുന്ന ഭാവവ്യത്യാസങ്ങളാണ് ഇതിൽ അഭിനയം. വളരെ ദൂരെ 10,000 പേര് കൂടുന്നൊരു അസംബ്ലിയിൽ ഏറ്റവും പുറകിലിരിക്കുന്ന ആൾക്ക് ഈ മുഖമൊന്നും കാണാൻ പറ്റില്ല. പണ്ട് സോവിയറ്റ് റഷ്യയിൽ ഇതിനെപ്പറ്റി പറയും. സോവിയറ്റ് റഷ്യയിൽ വിപ്ലവം കഴിഞ്ഞിട്ട് വിപ്ലവ ആവേശം കയറിയ ഒരാൾ ലെനിനോട് ചോദിച്ചു അത്രേ, നമ്മളുടെ ബാലെ 10,000 പേരുള്ള ഒരു സദസ്സിൽ എങ്ങനെയാണ് അവതരിപ്പിക്കുക എന്ന് ചോദിച്ചു. ലെനിൻ പറഞ്ഞു, ഈ 10,000 പേരെ 100 പേര് വീതം ആക്കി മാറ്റിയിരുത്തുക, എന്നിട്ട് ഓരോന്നിലും ഓരോർക്ക് വേണ്ടി 100 പേർക്ക് വേണ്ടി അഭിനയിക്കുക, അതാണ് അതിൻ്റെ രീതി എന്ന് ലെനിൻ പറഞ്ഞു എന്നൊരു പ്രസിദ്ധമായിട്ടുള്ള ചൊല്ലുണ്ട്. അതാണ് ശരി. ഇതൊരു ബഹുജന കലയല്ല. ശിവരാത്രി മണപ്പുറത്ത് കഥകളി നടത്താൻ പറ്റില്ല എന്നർത്ഥം. അത് കുറച്ച് ആളുകൾക്ക് കണ്ട് രസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളുടെ ക്ഷേത്രകലകളായ കൂത്തും കൂടിയാട്ടവും അമ്പലങ്ങളിൽ മാത്രമേ അഭിനയിച്ചിരുന്നുള്ളൂ. തുടക്കം തുടങ്ങി എങ്ങനെയാണ്. അടുത്ത കാലത്തെ അവ ക്ഷേത്ര കവാടത്തിന് പുറത്തേക്ക് വന്നിട്ടുള്ളൂ. പക്ഷെ കഥകളിയുടെ സ്ഥിതി അതല്ല. അത് ആദ്യം തുടങ്ങി തന്നെ ബഹുജനങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ ഒരു പൊതു കലയായിട്ടാണ് വന്നത്. കാഴ്ചക്കാരുടെ എണ്ണം പരിമിതമാണ് എന്ന് മാത്രം. ജനസാമാന്യത്തിന് പ്രാപ്യമായ കലയാണ് ഇത്. അത്ര എളുപ്പമൊന്നുമല്ല പഠിക്കാൻ. ഒരു 8-9 വയസ്സിലെ കുട്ടി കഥകളി പഠിക്കാൻ തുടങ്ങും. ഒരു 10 കൊല്ലമെങ്കിലും ചുരുങ്ങിയ അഭ്യാസം കൊണ്ട് മാത്രമേ കൃത്യമായൊരു ഇടത്തരം വേഷമെങ്കിലും പ്രസൻറ്റ് ചെയ്യാനാവുള്ളൂ. ആ കലാമണ്ഡലം കൃഷ്ണൻ നായർ തുടങ്ങിയ മഹാനടന്മാർ അവർ ഗുരുകുലത്തിലെ 12 കൊല്ലം കഥകളി പഠിച്ചതിന് ശേഷം പിന്നെ കലാമണ്ഡലം കൃഷ്ണൻ നായർ പ്രസിദ്ധനായ ഒരു ചാക്യാരുടെ അടുത്ത് ചെന്ന് കണ്ണിൽ എങ്ങനെ രസങ്ങൾ സ്ഫുരിക്കുന്നു എന്നുള്ളത് അഭ്യസിച്ചത് 3 കൊല്ലാണ്. അത്ര ക്ലേശപൂർണമായ ആ പരിശീലനത്തിൻ്റെ ഫലം ആണ്. അങ്ങനത്തെ ഒരുപാട് വലിയ കലാകാരന്മാർ നമുക്കുണ്ടായിരുന്നു. ഈശ്വരപിള്ള വിചാരിപ്പുകാർ, നളനുണ്ണി, പട്ടിക്കാന്തോടി രാവുണ്ണിമേനോൻ, വാഴയങ്കട കുഞ്ചു നായർ, കലാമണ്ഡലം കൃഷ്ണൻ നായർ, ചെങ്ങന്നൂർ രാമപിള്ള, കുഞ്ചുക്കർത്താവ്, ചാത്തുണ്ണി പണിക്കർ, കുടമാളൂർ കരുണാകരൻ നായർ, കോട്ടയ്ക്കൽ ശിവരാമൻ, നമ്മുടെ ഇപ്പോൾ ഗോപിയാശാൻ, ഇങ്ങനെ ഒരുപാട് കഥകളിമാരുണ്ട്. ഈ നടന്മാരെ പറ്റിയും അവരുടെ ജീവചരിത്രം, അവരുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ ഇതൊക്കെ ചേർത്തുകൊണ്ട് മലയാളത്തിലൊരു പുസ്തകം കിട്ടും. കഥകളി രംഗം എന്നൊരു പുസ്തകം. KPS മേനോൻ എന്നൊരു പുസ്തകം. ഇതുവരെ മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള മഹാനടന്മാരെ പറ്റിയൊക്കെ സാമാന്യമായിട്ടുള്ള ഒരു വിവരം ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് കഥകളിയുടെ ചടങ്ങുകളിലേക്ക് കിടക്കാം. ആദ്യത്തെ ചടങ്ങ് കേളി എന്നാണ്. കേളി അനൗൺസ്മെൻ്റാണ്. അമ്പലത്തിൽ കഥകളി ഉണ്ട് എന്ന് ആളുകളെ അറിയിക്കുകയാണ്. അത് വൈകുന്നേരം ഒരു 5 മണിയാവുമ്പോൾ ഏത് അമ്പലത്തിലാണോ കഥകളി ഉള്ളത് ആ അമ്പലത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ട്, ആ അമ്പലമുറ്റത്ത് നിന്നുകൊണ്ട് മദ്ദളവും ചേങ്കിലയും എലത്താളവും ഒരു പ്രത്യേക താളത്തിൽ ഒരു 10-15 മിനിറ്റ് നേരം കൊട്ടും. പഴയ നാട്ടുമ്പറാണ്. ഒരു ബഹളവും തിരക്കും ഒന്നുമില്ല, നിശബ്ദമായിട്ടുള്ള അന്തരീക്ഷമാണ്. അതുകൊണ്ട് ഇതൊരു 2-3 മൈൽ ചുറ്റളവിൽ കേൾക്കും ഈ ശബ്ദം. അപ്പോൾ കേളിയോട്ട് കേൾക്കണ്ടല്ലോ, ഇന്ന് അമ്പലത്തിൽ കളിയുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പം നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യുന്നതിന് പകരമാണ്. അതിൽ ആദ്യകാലത്ത് മദ്ദളവും ചേങ്കിലയും എലത്താളവും ഈ 3 വാദ്യങ്ങളെ ഉപയോഗിച്ചിരുന്നുള്ളൂ. ഈ അടുത്ത കാലത്താണ് ചെണ്ട കൂടി ഉപയോഗിക്കാൻ തുടങ്ങിയത്. അടുത്ത് നിൽക്കുമ്പോൾ ചെണ്ടയുടെ ശബ്ദമാണ് മികച്ചതായി നമുക്ക് തോന്നുക. പക്ഷെ ദൂരേക്ക് കേൾക്കുക മദ്ദളത്തിൻ്റെ ശബ്ദം. അതുകൊണ്ടാണ് മദ്ദളം ഉപയോഗിക്കുന്നത്. ഇതാണ് കേളി എന്ന് പറയുന്നത്. കളി തുടങ്ങുന്നതിന് കളിവിളക്ക് കൊളുത്തൽ എന്നാണ് പറയുക. എന്താണ് ഈ കളിവിളക്ക് കൊളുത്തൽ? ഏതാണ്ട് ഒരു 1.5 മീറ്റർ പൊക്കവും വലിയ വ്യാസമുള്ള കഥകളി വിളക്കുണ്ട്. അതിൽ നല്ല ഏതാണ്ട് ഒരു റൂൾ പെൻസിലിനേക്കാൾ വണ്ണം കൂടുതലുള്ള തിരിയാണ് ഇടുക, നിറച്ച എണ്ണ ഒഴിച്ചിട്ട്. ആ തിരി കൊളുത്തുന്നത് അമ്പലത്തിലെ ശ്രീകോവിലിൽ നിന്ന് ഉള്ള വിളക്ക് കൊണ്ടുവന്നിട്ട്, അല്ലാണ്ട് അവിടെ വെച്ച് തീപ്പെട്ടി അടിച്ച് കത്തിക്കൊന്നുമില്ല. അങ്ങനെയാണ് അത് കൊളുത്തുന്നത്.
പഴയ കാലത്ത് ഈ വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഭാഗവതരും ഈ കഥകളി നടത്തുന്ന നാട്ടുപ്രമാണിയും രണ്ടുപേരും അരങ്ങത്തേക്ക് വരും. എന്നിട്ട് ഈ കഥകളിക്കാർക്കുള്ള പ്രതിഫലം ഈ ഭാഗവതരുടെ കയ്യിലുള്ള ചേങ്കിലേമേ വെച്ച് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. അതിന് അന്ന് പറഞ്ഞിരുന്ന വാക്ക് അരങ്ങ് പണം എന്നാണ്. കഥകളി നടത്തിക്കുന്ന ആള് കഥകളി നടന്മാർക്കും ഭാഗവതർക്കും ഒക്കെയുള്ള പ്രതിഫലം ചേങ്കിലയിൽ വെച്ച് വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ നൽകുന്നതിനാണ് അരങ്ങ് പണം എന്ന് പറയുക. അത് കഴിയുമ്പോഴത്തേക്കും വേഷം കെട്ടാൻ തുടങ്ങും. അടുത്തുള്ള ഊട്ടുവരയിലോ എവിടെയെങ്കിലും ആയിരിക്കും ഈ കഥാപാത്രങ്ങൾ വേഷം കെട്ടുന്നത്. പലരും നടന്മാർ തന്നെയാണ് വേഷം കെട്ടുക. പക്ഷെ മുഖത്ത് ചുട്ടി കുത്തുക തുടങ്ങിയ കാര്യങ്ങൾ വേഷം കെട്ടിക്കുന്ന ഒരാളുണ്ടാവും. അയാളെ ചുട്ടിക്കാരൻ എന്നാണ് പറയുക. ഈ ചുട്ടിക്കാരനാണ് വേഷം ഇത്. നടനിങ്ങനെ മലന്ന് കിടക്കും. മലന്ന് കിടക്കുമ്പോഴാണ് അയാളുടെ മുഖത്ത് ചായം തേക്കലും ഈ ചുട്ടി പിടിപ്പിക്കലും ഒക്കെ ചെയ്യുന്നത്. വിസ്തരിച്ചുള്ള വേഷം, ദുശാസൻ്റെയോ അതുപോലെയുള്ളവരുടെയോ വലിയ വേഷങ്ങളൊക്കെ ആണെങ്കിൽ ഒരുപാട് സമയമെടുക്കും ചുട്ടി കുത്താൻ. അപ്പോൾ ഈ നടൻ ഉറങ്ങിപ്പോവും. പക്ഷെ അയാൾ ഉണർന്നു കഴിഞ്ഞാൽ അയാൾ മുഖം തുടയ്ക്കൊന്നുമില്ല. സാധാരണ ഇപ്പം നമ്മൾ ഉറങ്ങി എണീറ്റ് ആദ്യം കണ്ടു തിരുവും. കുട്ടികൾക്ക് അത് പറ്റും. അത് കാരണം ഈ കഥകളി പഠിക്കുന്ന കുട്ടികൾ വേഷം കെട്ടാൻ അവർ കിടങ്ങുമ്പോൾ കുറേ ദിവസത്തേക്ക് മുഖത്ത് ചുട്ടി കുത്തുമ്പോൾ അവരുടെ കയ്യിൻ്റെ വിരൽ കൂട്ടിക്കെട്ടും. ഉണർന്നു കഴിഞ്ഞാൽ കൈ പൊക്കുമ്പോൾ അറിയാം വേഷം കെട്ടുകയാണെന്നുള്ളത്. അത് കാരണം മുഖം തുടക്കില്ല. പിന്നെ അത് ശീലമാകും. അങ്ങനെയാണ് ഈ കുട്ടികളെയൊക്കെ വേഷം കെട്ടിക്കുന്നത്. കഥകളിയിലെ വാദ്യങ്ങൾ മദ്ദളം, ചെണ്ട, ചേങ്കില, എലത്താളം. ഈ ഓർക്കസ്ട്രയുടെ വിന്യാസക്രമം പ്രത്യേകം ശ്രദ്ധിക്കണം. കഥകളി നടൻ, കാണാനിരിക്കുന്ന ആളുകളുടെ നേരെ നോക്കി നിൽക്കുന്ന നടൻ, ആ നടൻ്റെ വലത് കൈ ഭാഗത്താണ് മദ്ദളം. മദ്ദളക്കാരൻ്റെ തൊട്ട് ഇടതുവശത്താണ്, മദ്ദളക്കാരൻ്റെ ഇടതു ഭാഗത്താണ് ചെണ്ട. ചെണ്ടയുടെ ഇടതു ഭാഗത്താണ് ചേങ്കില. അയാളുടെയും ഇടതു ഭാഗത്താണ് എലത്താളം. ഈ ചേങ്കില കൊട്ടി പാടുന്ന ആൾക്ക് പൊന്നാനി എന്നാണ് പറയുക. അയാളാണ് പ്രധാന ഭാഗവതർ. കഥകളി നിയന്ത്രിക്കുന്നത് അയാളാണ്. ഒരു സിനിമാ ഡയറക്ടറുടെ സ്ഥാനമാണ് ഈ പൊന്നാനിക്ക് ഉള്ളത്. അയാളാണ് ആ രംഗം മുഴുവൻ നിയന്ത്രിക്കുന്ന ആൾ. ഈ പൊന്നാനിയോട് ഒപ്പം ചേർന്ന് പാടുന്ന, സംഘടിച്ച് പാടുന്നവനാണ് ശിങ്കടി ആയി മാറിത്തീരുന്നത്. അങ്ങനെ പൊന്നാനി, ശിങ്കടി. അപ്പോൾ ഒരേ അറ്റത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ മദ്ദളം, ചെണ്ട, ചേങ്കില, താളം. ചങ്ങമ്പുഴയുടെ പ്രസിദ്ധമായിട്ടൊരു കവിതയിലുണ്ട്: മദ്ദളം ചെണ്ട ചേങ്കില താളം മത്സരിച്ചു മതിവരൂവോളം നീള കലോത്സവ മേളം കിളി കേൾപ്പിച്ച് തെന്മലയാളം. ഭാവത്രയം എന്നുള്ള കവിതയിലാണ് അദ്ദേഹം പറയുന്നത്. മദ്ദളം, ചെണ്ട, ചേങ്കില, താളം മത്സരിച്ചു മതിവരൂവോളം നീളെ കലോത്സവ മേളം കിളി കേൾപ്പിച്ച് തെന്മലയാളം എന്നാണ്. ഇതിൽ സ്ത്രീവേഷം ആടുമ്പോൾ സാധാരണ ചെണ്ട ഉപയോഗിക്കില്ല. പക്ഷേ പൂതന, ശൂർപ്പണഖ തുടങ്ങിയ രാക്ഷസ പ്രകൃതികളായിട്ട് സ്ത്രീവേഷം വരുമ്പോൾ ചെണ്ട ഉപയോഗിക്കും. സാധാരണ നിലയിൽ ഇപ്പോൾ രുക്മിണി, ദമയന്തി അത്തരം കഥാപാത്രങ്ങളിൽ ആടുമ്പോൾ ചെണ്ട ഉപയോഗിക്കില്ല. ഈയിടെയായിട്ട് പകരം ഇടയ്ക്ക ഉപയോഗിക്കാറ്. അത് അടുത്ത കാലത്തേ അങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ. അതാണ്. അങ്ങനെയാണ് ഈ ഇവയുടെ സംവിധാനം. കഥകളി വേഷങ്ങൾ പച്ച, കത്തി, കരി, താടി, മിനുക്ക്, നിണം എന്നിവയാണ് പ്രധാനമായിട്ടും ഉള്ള വേഷങ്ങൾ. പച്ച വേഷം, കത്തി വേഷം, കരി, താടി, മിനുക്ക്, നിണം. അതിൽ ഏറ്റവും ഭംഗിയുള്ള വേഷം കത്തിവേഷം തന്നെയാണ്. മിക്കവാറും വില്ലൻ കഥാപാത്രങ്ങളായിരിക്കും, പ്രതിനായകൻ ആയിരിക്കും കത്തിവേഷം. നമ്മുടെ കേരളീയ കലയിൽ, കേരളീയ സംസ്കാരത്തിൽ എപ്പോഴും പ്രതിനായകനാണ് പ്രശസ്തി കൂടുതൽ കിട്ടുക. എല്ലായിടത്തിലും നിങ്ങൾ നോക്കിക്കോളൂ, പ്രതിനായകനാണ് പ്രശസ്തി. ഇപ്പോൾ കൂടിയാട്ടത്തിലാണെങ്കിൽ പ്രതിനായകനാണ് അരങ്ങ് നിറഞ്ഞു നിൽക്കുക.
ബാക്കിയുള്ളവർ അതിൻ്റെ പുറകെ നിൽക്കുന്നു. പലപ്പോഴും മുഖ്യമന്ത്രിയല്ല, പ്രതിപക്ഷ നേതാവാണ് കൂടുതൽ വെച്ചുണ്ടാക്കുന്നത്. ആ ഒരു രീതി കേരളത്തിൻ്റെ പാരമ്പര്യത്തിൽപ്പെട്ടതാണ്. പ്രതിപക്ഷത്തിനാണ് എപ്പോഴും അറ്റൻഷൻ കൂടുതൽ കിട്ടുക. കഥകളിയിലും അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുക. പച്ച, കത്തി, ഈ പച്ച വേഷങ്ങൾ സാത്വിക പ്രകൃതികളായിരിക്കും. നേരെ മറിച്ച് കത്തി വേഷങ്ങൾ രാജസ പ്രകൃതികളായിരിക്കും. താടി വേഷങ്ങൾ താമസ പ്രകൃതികളായിരിക്കും. എന്ന് വെച്ചാൽ വളരെ മര്യാദക്കാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ സാത്വിക പ്രകൃതികൾ. അർജുനൻ, ധർമ്മപുത്രർ, അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ. താമസ പ്രകൃതികൾ ദുഷ്ടന്മാരും എന്ത് ചെയ്യാൻ മടിയില്ലാത്തവരായിരിക്കും. ദുശാസനൻ, അതുപോലെ തന്നെ കലി, അങ്ങനത്തെ ചില കഥാപാത്രങ്ങളാണ്. രാജസ പ്രകൃതി വലിയ ദുഷ്ടതയുണ്ടെങ്കിലും വലിയ അന്തസ്സുള്ള കഥാപാത്രങ്ങളാണ്. രാവണൻ, കീചകൻ, അങ്ങനെ ചില കഥാപാത്രങ്ങളുണ്ട്. അവർ രാജസ പ്രകൃതികൾ ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അപ്പം പച്ച വേഷത്തിന് സാത്വിക പ്രകൃതി, രാജസ പ്രകൃതിയായിട്ടുള്ളവർക്ക് കത്തി വേഷം, താമസ പ്രകൃതിയായിട്ടുള്ളവർക്ക് താടി വേഷം എന്നിങ്ങനെയാണ്. ഈ കഥകളിയെ പറ്റി ഒരുപാട് നേരമ്പോക്കുകളും കഥകളും ഒക്കെ ഉണ്ട്. ഇപ്പം ഈ വേഷവിധാനത്തെ പറ്റി പറഞ്ഞപ്പോൾ ഓർമ്മ വന്നൊരു കഥ ഞാൻ പറയാം. പണ്ട് കൊടുങ്ങല്ലൂർ കളരിയിൽ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ, കുഞ്ഞുട്ടി തമ്പുരാൻ, ഇങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ. വെൺമണി മകൻ, വെൺമണി അച്ഛൻ നമ്പൂരി, നടുവത്തച്ഛൻ നമ്പൂരി, ഇങ്ങനെ ഒരുപാട് കവികളുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരാൾക്ക് തോന്നി, നമുക്ക് കാമദഹനം ആട്ടക്കഥയായിട്ട് എഴുതി കളയാം. പിന്നെന്താ തീരുമാനിച്ചു. അതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ ഒരു സംശയം, കാമദേവന്റെ വേഷം എന്താ? ശ്രീകൃഷ്ണന്റെ പൗത്രനാണ് കാമദേവൻ എന്നൊരു കഥയുണ്ട്. അവന് കൃഷ്ണവേഷം തന്നെ മതി, കൃഷ്ണന്റെ പോലത്തെ മയിൽപ്പീലി വെച്ച മുടിയൊക്കെ ആയിട്ട് കൃഷ്ണവേഷം മതി എന്ന് പറയും. അപ്പോൾ അതിൽ പറഞ്ഞു വന്ന് ഏത് വേഷം വേണം എന്നുള്ളപ്പോൾ വെൺമണി അച്ഛൻ നമ്പൂരിപ്പാടാണ് ചോദിച്ചത്. അത്ര സംശയിക്കാനില്ല, കൃഷ്ണപൗത്രനാണ്, കൃഷ്ണന്റെ വേഷം മതി. പക്ഷേ ഈ കാമദേവൻ ആട്ടക്കഥയിൽ ശ്രീകൃഷ്ണൻ ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഒരേപോലെയുള്ള രണ്ട് വേഷങ്ങൾ രംഗത്ത് വരും. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കണം. അപ്പോൾ ഉറവങ്കര പറഞ്ഞു അത്രേ. അങ്ങനെയാണോ? ഞാൻ കേട്ടിട്ടുള്ളത് കാമദേവൻ പച്ച എന്നാണല്ലോ. പച്ച കാമദേവൻ എന്നൊരു ശൈലി മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ടല്ലോ. കാമദേവൻ പച്ചയാണ് എന്നാണല്ലോ ഞാൻ കേട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഉടനെ നടുവത്ത് അച്ഛൻ നമ്പൂരി ചോദിച്ചു അത്രേ, ഹായ് ഞാൻ അങ്ങനെയല്ലല്ലോ കേട്ടിട്ടുള്ളത്, കാമദേവൻ കത്തി എന്നാണല്ലോ കേട്ടിട്ടുള്ളത്. ഭസ്മായി. അപ്പോൾ വെൺമണി മഹാൻ പറഞ്ഞു അത്രേ, എന്നാ ഇനി തർക്കിക്കാനില്ല, കരി തന്നെയാണ്, കത്തിക്കഴിഞ്ഞാൽ കരിയാണല്ലോ. ഈ വേഷവിധാനത്തെ പറ്റി അറിയാവുന്ന ആൾക്കേ ആ ഫലിതം മനസ്സിലാവുള്ളൂ. കാമദേവൻ പച്ച കാമദേവനാണോ, കത്തിയാണോ, കരിയാണോ എന്നുള്ളത്. ഇപ്പം കൂട്ടത്തിൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ശ്രീകൃഷ്ണനും പച്ച വേഷമാണ്. പക്ഷെ ശ്രീകൃഷ്ണൻ്റെ കിരീടത്തിന് മുടി എന്നാണ് അവർ പറയുക. ശ്രീകൃഷ്ണൻ്റെ കിരീടം ഒരു സവിശേഷ രീതിയിൽ ഉള്ളതാണ്. വളരെ ഭംഗിയുള്ള ഒരു കിരീടം ആണ് കൃഷ്ണവേഷത്തിന് കൽപ്പിച്ചിട്ടുള്ളത്. ആ കൃഷ്ണമുടി ശ്രീരാമൻ വരുമ്പോഴും ശ്രീരാമനും ആ വേഷമാണ്, ലക്ഷ്മണൻ അതാണ്, കുശലവന്മാർക്കും കൃഷ്ണമുടിയാണ്. പിന്നെ എങ്ങനെ തിരിച്ചറിയാം? യഥാർത്ഥ കൃഷ്ണൻ്റെ വേഷമാണെങ്കിൽ കയ്യിൽ ചക്രായുധമായിരിക്കും. രാമൻ്റെയും ലക്ഷ്മണൻ്റെയും കുശലവന്മാരുടെയൊക്കെ ആണെങ്കിൽ വില്ലായിരിക്കും. ഈ ആയുധം നോക്കിയിട്ടാണ് ഇത് കൃഷ്ണനാണോ അതോ രാമനാണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അതാണ് പച്ച നിറം ഉണ്ടാക്കുന്നത്. മനയോല എന്ന് പറഞ്ഞൊരു ധാതു ഉണ്ട്. മനയോലയും നീലവും ചെഞ്ചല്യം എന്ന പേരായിട്ട് അതൊക്കെ ഈ മരുന്നുകളിൽ കിട്ടുന്ന സാധനങ്ങളാണ്. ചെഞ്ചല്യം എന്നൊരു സാധനം. ഇത് നല്ലോണം വടി അരച്ച് വെളിച്ചെണ്ണയിൽ കുഴച്ചിട്ടാണ് തേക്കുക. ഈ മനയോലയും നീലവും ചെഞ്ചല്യവും കൂടെ ചേർന്നാൽ കട്ടും പച്ച നിറത്തിലാവും. അത് എണ്ണയിൽ ചാലിച്ചാണ് മുഖത്ത് പരട്ടുക. രണ്ട് കാര്യങ്ങളാണ്. എണ്ണയിൽ ചാലിച്ച് മുഖത്ത് പരട്ടിക്കഴിഞ്ഞാൽ മുഖം പൊള്ളില്ല. രണ്ടാമത് വെള്ളത്തിലാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വെള്ളം വലിഞ്ഞ് ഇത് പൊട്ടി അടന്നു പോകും. മറ്റേത് ആ മിനുപ്പ് വേഷം കഴുകി കളയുന്നവരെ നിലനിൽക്കും എന്നുള്ളതാണ്. ഈ കഥകളി വേഷങ്ങളുടെ കൂട്ടത്തിൽ
പച്ചയല്ലാതെ മുഖത്ത് മഞ്ഞ തേക്കുന്ന 2 വേഷങ്ങളുണ്ട്. ആകെ 2 വേഷങ്ങളേ ഉള്ളൂ അങ്ങനെ. ഒന്ന് ബലഭദ്രനും ആണ്, മറ്റൊന്ന് ശിവൻ ആണ്. ശിവന്റെ മുഖത്തും മഞ്ഞ നിറാണ്, ബലഭദ്രന്റെ മുഖത്തും പച്ചയ്ക്ക് പകരം മഞ്ഞയാണ്. ആ വേഷങ്ങൾക്ക് പഴുക്ക എന്നാണ് പറയുക. പച്ചയും പഴുക്ക എന്നാണ് പറയുക. കത്തി വേഷങ്ങൾ 2 തരത്തിലുണ്ട്, കുറുങ്കത്തിയും നെടുങ്കത്തിയും എന്നാണ്. അവരെ രാജസ പ്രകൃതികളാണ് എന്ന് ഞാൻ പറഞ്ഞു. കണ്ണിൻ്റെ താഴെ ഈ പിശാങ്കത്തിയുടെ അലക് പോലെ ചുമന്ന ബോർഡറിൽ അല്ലെങ്കിൽ കറുത്ത ബോർഡറിൽ ഉള്ളിൽ ചുവപ്പായിട്ട് നീട്ടി വലിച്ച് കണ്ണെഴുത്തിന് താഴെ, അതിനാണ് കത്തി എന്ന് പറയുക. അതിൻ്റെ നീളവും വീതിയും കുറഞ്ഞുള്ള അതാണ് കുറുങ്കത്തി. നല്ലോണം വീതിയിൽ എടുത്തു കാണിക്കുന്ന മട്ടിൽ എഴുതുന്നതാണ് നെടുങ്കത്തി. ഇതൊക്കെ വളരെ കാലം കഥകളി കണ്ടാലേ ഇത് മനസ്സിലാവുള്ളൂ, നെടുങ്കത്തി എന്താണ്, കുറുങ്കത്തി എന്താണ് എന്ന്. ഈ രാവണൻ കുറുങ്കത്തിയാണ്, ദുര്യോധനൻ കുറുങ്കത്തിയാണ്, കീചകൻ കുറുങ്കത്തിയാണ്. പക്ഷേ നരകാസുരൻ എന്നൊരു ഇതുണ്ട്, അയാൾ അല്ലെങ്കിൽ കിർമീരൻ, ഘടോൽക്കനൻ, ഇവരൊക്കെ നെടുങ്കത്തിയാണ്. വേഷവിധാനത്തിൽ മാത്രമല്ല ഒരു പ്രത്യേകതയുള്ളത്. ഈ കുറുങ്കത്തി വേഷങ്ങൾക്ക് ശൃംഗാരപദം ആടേണ്ടി വരും. നെടുങ്കത്തിക്ക് ഒരിക്കലും ശൃംഗാരപദം ഉണ്ടാവില്ല. അതാണ് ഈ താമസപ്രകൃതിയായ വേഷങ്ങളോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നവയാണ് ഈ നെടുങ്കത്തി എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഈ കൂട്ടത്തിൽ ഈ ചുമപ്പും കറുപ്പും ചേർന്നാണ് ഈ കത്തി രൂപം വരയ്ക്കുക എന്ന് പറഞ്ഞു. കറുപ്പ് മാത്രമായിട്ട് വരയ്ക്കുന്ന ഒരു കത്തിയുണ്ട്, അത് യമധർമ്മൻ്റെ വേഷത്തിനാണ്. ഇതൊക്കെ വളരെ സൂക്ഷ്മമായിട്ടുള്ള വ്യത്യാസങ്ങളാണ്. പിന്നെ താമസപ്രകൃതിയായിട്ടുള്ള 6 ദുഷ്ടന്മാരായിട്ടുള്ള കഥാപാത്രങ്ങൾ, ദുശാസനൻ, ബാലി, അവര് കലി, ഇവരൊക്കെയാണ് ചുവന്ന താടി. കലി കറുത്ത താടിയാണ്. മറ്റവർ 2 പേരും ദുശാസനും ബാലിയും ചുമന്ന താടിയാണ്. അവരുടെ വളരെ വലിയ ഒരു കിരീടമായിരിക്കും. ആ കിരീടത്തിന് കുറ്റിച്ചാമരം എന്നാണ് പേര്. കുറ്റിച്ചാമരം, മറ്റു കിരീടത്തിനൊന്നും അത് പറയില്ല. കുറ്റിച്ചാമരം വെച്ചുകൊണ്ടാണ് അതിന് പേര്. പിന്നെ ഒരു വേഷം കരിയാണ്, അത് കാട്ടാളൻ്റെ വേഷം കരിയാണ്. ആ കിരീടത്തിന് നടു ഇങ്ങനെ ഒട്ടി 2 വശവും കൂർത്ത ഏതാണ്ട് ഒരു ഉടുക്കിൻ്റെ ആകൃതിയിൽ, വലിയൊരു ഉടുക്കിൻ്റെ ആകൃതിയിലുള്ള ഒരു തരം കിരീടമാണ്. അതാണ് കരിക്ക്. ശൂർപ്പണഖയ്ക്ക് പെൺകരി എന്നും പറയാറുണ്ട് എന്നതാണ്. മുനിമാരുടെ വേഷവും സ്ത്രീ വേഷവും മിനുക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ വളരെ സിമ്പിളായിട്ടുള്ള വേഷമാണ്. അതിൽ ഈ സ്ത്രീ വേഷങ്ങൾ തലമുടി വലതുവശത്തേക്ക് മുകളിലേക്ക് പൊക്കിക്കെട്ടും, അതിന് കൊണ്ട കെട്ടുക എന്നാണ് പറയുക. ആ കൊണ്ട കെട്ടിയതിൻ്റെ മീതെ ഒരു താഴത്തേക്ക് ഒരു മുണ്ട്, ഒരു പട്ട് തുണി ഇങ്ങനെ ഇടും. ഏതാണ്ട് ഒരു മുസ്ലിം സ്ത്രീയുടെ, പഴയൊരു മുസ്ലിം സ്ത്രീയുടെ വേഷമായിരിക്കും ഇവർക്ക്. കഥകളി വേഷം അതിന് മുഖത്തെഴുത്ത്, മുഖത്ത് തേപ്പ് എന്നൊക്കെയാണ് പറയുക. പിന്നെ ഈ കഥകളി വേഷങ്ങളുടെ കണ്ണ് ചുമപ്പ് നിറയായിരിക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ ദൂരെ കാണാൻ ചുവപ്പാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ട്രാഫിക് ലൈറ്റൊക്കെ ചുവപ്പ് കളറാണ്, ദൂരേക്ക് കാണാൻ ചുവപ്പാണ് പറ്റുക. അതുകൊണ്ടാണ് ഇവരുടെ കണ്ണ് ചുമപ്പിക്കുന്നത്. കണ്ണ് ചുമപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളുടെ പറമ്പുകളിലൊക്കെ പണ്ടൊക്കെ ധാരാളം ഉണ്ടായിരുന്നു ചുണ്ട ഒരു ചെടിയുണ്ട്, പുണ്യാഹച്ചുണ്ട. ആ പുണ്യാഹച്ചുണ്ടയുടെ പൂവ് പറിച്ചെടുത്താൽ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു തരം കടുകുമണി പോലെ ചില അരികളുണ്ടാവും. അതിങ്ങനെ ഉള്ളം കയ്യിലിട്ട് 2-3 മണിക്കൂർ ഇങ്ങനെ തിരുമുമ്പോൾ അത് വളരെ സോഫ്റ്റാവും. അത് ഈ കൺപോള താഴത്തേക്ക് വലിച്ച് അതിൻ്റെ ഉള്ളിലിടുകയാണ്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കണ്ണങ്ങനെ ചുമക്കും. മാത്രമല്ല ഇവർ രാത്രി മുഴുവൻ, കൊല്ലം മുഴുവൻ എത്രയോ വർഷങ്ങൾ രാത്രി ഉറക്കമുളയ്ക്കുന്നവരാണ്. അതുകൊണ്ട് കണ്ണിന് കേടുവരാതിരിക്കാൻ ആയുർവേദത്തിൽ പറയുന്നൊരു ചികിത്സയാണ് ഈ ചുണ്ടപ്പൂ കണ്ണിലിട്ടാൽ കണ്ണിന് കേടുവരില്ല. അതുകൂടി ഉദ്ദേശിച്ചിട്ടായിരിക്കാം ഇങ്ങനെയാണ്. കഥകളി വേഷം കെട്ടാൻ ഒരു കുട്ടി ഗുരുവിൻ്റെ അടുത്ത് ശിഷ്യത്വം സ്വീകരിക്കുന്നതിന് എണ്ണയും കച്ചയും സ്വീകരിക്കുക എന്നാണ് സാങ്കേതിക പദം. ഈ കുട്ടിയുടെ ശരീരത്തിൽ മുഴുവൻ ഒരു പ്രത്യേക തരം കൂട്ടിലെ എണ്ണ, അതൊക്കെ വിശദമായിട്ട്
പറയേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അത് വേണ്ട, നിങ്ങളിപ്പോൾ ഇത് ഇത്രയും ധരിച്ചാൽ മതി. സാധാരണ എണ്ണയും നെയ്യും ആവണക്കെണ്ണയും ഒക്കെ കൂടെ കൂട്ടിച്ചേർത്ത് ഒരു തൈലം പോലെ ഉണ്ടാക്കിയിട്ട് അതാണ് ഈ കുട്ടിയുടെ ശരീരത്തിൽ മുഴുവൻ പുരട്ടുക. എന്നിട്ട് ചവിട്ടി തിരുമും. ചവിട്ടി തിരുമുമ്പോൾ എല്ലാ മസിലുകളും ഉടയും. കൈ എങ്ങനെ വേണമെങ്കിൽ വളയും, ശരീരം എങ്ങനെ വേണമെങ്കിൽ വളയും. പക്ഷേ നല്ല ആരോഗ്യം ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ ചവിട്ടി തിരുമിയിട്ടാണ്. മുഖം ഒഴിച്ച് ബാക്കി ഭാഗമൊക്കെ കാലുകൊണ്ടാണ് ചവിട്ടി തിരുമുക. ഗുരുനാഥൻ ഇങ്ങനെ മുകളിലൊരു കമ്പീമ പിടിച്ച് നിന്നുകൊണ്ടാണ് ഈ താഴെ പായി കിടക്കുന്ന കുട്ടിയെ കാലുകൊണ്ട് ഇങ്ങനെ പതുക്കെ തടവി. മുഖം മാത്രം കൈകൊണ്ടാണ് തിരുമി ശരിയാക്കുക. ഇങ്ങനെയാണ് ചവിട്ടി തിരുമൽ. പിന്നെ ഈ കുട്ടികൾക്ക് കണ്ണ് സാധനം ഉണ്ട്. കണ്ണ് വട്ടം ചുറ്റിക്കാൻ, ഇടത്തോട്ട് നോക്കാൻ, വലത്തോട്ട് നോക്കാൻ, പകുതി മുഴിക്കാൻ, ഇങ്ങനെ പലതരത്തിലുള്ള കണ്ണ് സാധനം. മുദ്രകൾ, വിരലുകൊണ്ട് മുദ്ര കാണിക്കുന്നത് 24 അടിസ്ഥാന മുദ്രകളാണ്. ആ മുദ്രകൾ കൊണ്ടാണ് ആശയങ്ങൾ ഇവർ പരസ്പരം കൈമാറുന്നത്. മുദ്ര സാധിക്കുക. പിന്നെ നൃത്തമാണ്. നൃത്തത്തിനാണ് കലാശം എന്ന് പറയുക. അപ്പോൾ ചവിട്ടി തിരുമലിൽ കഴിഞ്ഞാൽ കണ്ണ് സാധനം, കലാശം, മുദ്ര, പിന്നെ ഇതിൻ്റെ സാഹിത്യം പഠിപ്പിക്കും. എന്നാലേ ഈ കുട്ടിക്ക് പാട്ടുകാരനിത് പാടുമ്പോൾ അർത്ഥം മനസ്സിലായിട്ട് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പം പാട്ടുകാരൻ കുവലയ വിലോചനെ എന്ന് പാടിയെന്ന് ചോദിച്ചു. ഈ കുവലയം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഈ കുട്ടിക്ക് ഇത് മുദ്ര കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുവലയം എന്ന് വെച്ചാൽ താമര എന്നാണ്, വിലോചനം എന്ന് വെച്ചാൽ കണ്ണ് എന്നാണ് അർത്ഥം. കുവലയ വിലോചനെ എന്ന് പാട്ടുകാരൻ പാടുമ്പോൾ ഈ നടൻ താമരയുടെ മുദ്രയും കാണിക്കും, കണ്ണിൻ്റെ മുദ്രയും കാണിക്കും. അല്ലാണ്ട് താമര ഇതൾ പോലെയുള്ള കണ്ണോട് കൂടിയവളെ എന്ന് രംഗത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. ഇത് രണ്ടും കാണിക്കും. പ്രേക്ഷകൻ ഈ മുദ്ര കാണുകയും പാട്ട് കേൾക്കുകയും ചെയ്യും. അപ്പോൾ കുവലയത്തിൻ്റെ മുദ്ര കണ്ടു, അതുപോലെ തന്നെ നടൻ താമര എന്ന് കാണിക്കുന്നത് കണ്ടു, വിലോചനം കണ്ണ് എന്ന് കാണിക്കുന്നത് കണ്ടു. അപ്പം ഇയാൾ മനസ്സിൽ ഊഹിക്കുകയാണ്, ഈ കാഴ്ചക്കാരൻ, താമര ഇതൾ പോലെ കണ്ണോട് കൂടിയവളെ എന്നുള്ളത്. അത് ഈ ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് അത് തന്നെയാണ്. രംഗത്ത് നടൻ അവതരിപ്പിച്ചതിൽ പൂരിപ്പിക്കേണ്ട ഭാഗങ്ങൾ സഹൃദയനായ ആസ്വാദകൻ പൂരിപ്പിച്ചെടുക്കുകയാണ്. അതിനാണ് ഈ ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻ നടത്തുന്നത്. ഈ കഥകളി തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു അനൗൺസ്മെൻറ്റ് കേളിയൻ ആണ് എന്ന്. പിന്നെ വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ അരങ്ങ് കേളി എന്നൊരു ചടങ്ങുണ്ട്. അരങ്ങ് കേളിക്ക് കേളിക്കൈ എന്നും പറയും. അരങ്ങ് കേളി അല്ലെങ്കിൽ കേളിക്കൈ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വിളക്ക് കൊളുത്തിയതിന് ശേഷം ചെണ്ട ഒഴിച്ചുള്ള മറ്റ് 3 വാദ്യങ്ങൾ ആയിട്ട് അതത് വായിക്കുന്ന ആളുകൾ രംഗത്തേക്ക് വരും. മദ്ദളവും എലത്താളവും ശേങ്കിലയും. അത് 3ഉം ഒരു പ്രത്യേക രീതിയിൽ വായിച്ചിട്ട് അവർ പിന്നിലേക്ക് നടന്നു പോകും. അതാണ് കൊട്ടി വാങ്ങൽ എന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ തോടയം ആയി. തോടയം ഒരു തിരശ്ശീല പിടിച്ചിട്ട് അതിൻ്റെ പിന്നിൽ ഒരു സ്ത്രീ വേഷവും അല്ല 2 കുട്ടിത്തരം വേഷങ്ങൾ വന്ന് ഈശ്വര സ്തുതി നടത്തുകയാണ്. കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് നടക്കണേ. തോഷകം എന്നുള്ളതാണ് തോടയം ആയി മാറിത്തീർന്നത്. തുടക്കം തോഷകം ഒക്കെയാണ്. നാട്യശാസ്ത്രത്തിൽ തൊടിതം എന്നൊരു പദമുണ്ട്. തൊടിതം. ആ തൊടിതം എന്ന പദത്തിൽ നിന്നുണ്ടായതാണ് തോടയം എന്നും ഒരു വ്യാഖ്യാനമുണ്ട്. അത് ഈശ്വര സ്തുതി ആണ്. രംഗവന്ദനം എന്നൊക്കെ നമുക്കതിനെ പറയാവുന്നേ ഉള്ളൂ. ഈ തോടയം കഴിയുമ്പോൾ ഒരു വന്ദന ശ്ലോകം ചൊല്ലും ഭാഗവതം. അത് ഭഗവതത്തിൽ കോട്ടയത്ത് തമ്പുരാൻ എഴുതിയ പ്രസിദ്ധമായിട്ടുള്ള ഒരു മംഗള ശ്ലോകമുണ്ട്. അതാണ് സാധാരണ ചൊല്ലാറ്. മാതങ്കാനനം അബ്ജവാസരമണി ഗോവിന്ദവാദ്യം ഗുരും വ്യാസം പാണിനി ഗർഗനാരദ കണാദാദ്യൻ മുനീന്ദ്രൻ ബുധൻ ദുർഗാം ചാപി മൃതംഗശൈലനിലയം ശ്രീപൊർക്കരീം ഇഷ്ടദം ഭക്ത്യാ നിത്യമുപാസ്മഹേ സപദിന കുർവന്തമീ മംഗളം എന്നാണ് ആ ശ്ലോകം. ഭഗവതത്തിലൊരു ശ്ലോകമാണ്. മിക്കവാറും കോട്ടയത്ത് തമ്പുരാൻ്റെ ആ ശ്ലോകമാണ് ചെല്ലാറ്. പിന്നെ ചിലർ കാർത്തിക തിരുനാൾ എഴുതിയൊരു ശ്ലോകം ചെല്ലാറുണ്ട്. അപൂർവമായിട്ട് കൊട്ടാരക്കര തമ്പുരാൻ എഴുതിയൊരു ശ്ലോകമുണ്ട്. ഏതായാലും ആ ശ്ലോകം കേദാര ഗൗളം എന്നുള്ള രാഗത്തിലാണ് ചൊല്ലുക എന്നുള്ളതാണ്
നമ്മൾ ഓർക്കേണ്ട കാര്യം. അതിനുശേഷം ഈ സ്തുതി കഴിഞ്ഞതിന് ശേഷം ആണ് പുറപ്പാട്. പുറപ്പാടിൽ ഒരു പുരുഷ വേഷവും ഒരു സ്ത്രീ വേഷവും രംഗപ്രവേശം ചെയ്ത് സദസ്സിനെ നോക്കി കുറച്ച് നേരം ഒരു അഭിനയമുണ്ട്. ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഈ രണ്ട് കഥാപാത്രങ്ങളും വരുമ്പോൾ അവരുടെ തലയ്ക്ക് മുകളിൽ അലങ്കരിച്ച മേക്കട്ടി ആലവട്ടവും ഒക്കെ പിടിച്ച് ചിലപ്പോൾ ശംഖും ഒക്കെ മുഴക്കിക്കൊണ്ടാണ് വരുന്നത്. അത് പുറപ്പാടിന് വരുന്നത് ഈശ്വരന്മാരാണ് എന്നാണ് സങ്കല്പം. ഈ തോടയം ചൊല്ലിയില്ലോ അതിന് സന്തോഷിച്ചു, ഈശ്വരന്മാരെ പ്രസാദിച്ചു എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് ഈ തോടയം വരിക. വടക്കൻ ദിക്കുകളിൽ പുറപ്പാട് വരിക. വടക്കൻ ദിക്കുകളിൽ തോടയത്തിന് കൃഷ്ണവേഷമാണ്. 2, 3 അല്ലെങ്കിൽ ചിലപ്പോൾ 4 വരെ കൃഷ്ണന്മാരുടെ വേഷമാണ് വരിക. പുറപ്പാടിന് ഒരു പുരുഷ വേഷവും സ്ത്രീ വേഷവും ഉണ്ടാവും. ഒരു ദേവന്മാരാണ് എന്നാണ് സങ്കല്പം. മംഗളാക്കാൻ ഈ തോഷയം അല്ലെങ്കിൽ തോടയം കേട്ട് സന്തോഷിച്ച് അത് ചെല്ലിയവരെയും കാഴ്ചക്കാരെയും അനുഗ്രഹിക്കാൻ വന്നു എന്നാണ്. ഇത് കഴിയുമ്പോഴാണ് മേളപ്പദം എന്ന് തുടങ്ങുക. മേളപ്പദത്തിൽ തുടങ്ങുമ്പോൾ പ്രധാനപ്പെട്ട ഭാഗവതര് പൊന്നാൻ അയാൾ ജയദേവൻ്റെ അഷ്ടപതി എന്ന പ്രസിദ്ധമായ കാവ്യത്തിലെ മഞ്ജുതര കുഞ്ചതല കേളി സദനെ എന്ന് തുടങ്ങുന്ന ഒരു ഭാഗമുണ്ട്. അതിലെ ആദ്യത്തെ 6 ചരണങ്ങൾ ചൊല്ലും. 8 ചരണങ്ങളാണ് അഷ്ടപതിയിലെ ഓരോന്നിലും. പക്ഷേ സാധാരണ നിലയിൽ 6 ചരണങ്ങൾ മാത്രമേ ഇവർ ചൊല്ലാറുള്ളൂ. അത് മോഹനം രാഗത്തിലാണ് ആദ്യത്തെ ചരണം ചൊല്ലുക, 6ാമത്തത് മധ്യമാവധി രാഗത്തിൽ. ഇതൊക്കെ ഇതിൻ്റെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഭാവങ്ങളാണ്. ഇതിനൊക്കെയാണ് കഥകളി എന്നുള്ളതിനെപ്പറ്റി സാമാന്യമായ ഇപ്പം ഇത് കേട്ട് കഴിഞ്ഞാൽ ഈ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റില്ലെങ്കിലും ഇപ്പം മേളപ്പദം ഇത് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ എന്നെങ്കിലും മനസ്സിലായാൽ മതി. അല്ലാണ്ട് എന്താണ് മേളപ്പദം എന്ന് കൃത്യമായിട്ടൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കണം. എന്നാലും ഇങ്ങനെ ഒരെണ്ണമാണ് മേളപ്പദം എന്ന് കേട്ടാൽ അത് കഥകളിയോട് ബന്ധപ്പെട്ടതാണ്. അത് ഈ വാദ്യക്കാരുടെ പ്രാവീണ്യം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ചെണ്ടക്കാരൻ്റെയും വലിയ അഭ്യാസമാണ്. 6-7 കൊല്ലം വേണം ചെണ്ട പഠിക്കാനും ഒക്കെ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഈ ചെണ്ടക്കാർ പരസ്പരം അവരുടെ അഭ്യാസത്തെപ്പറ്റി ചോദിക്കുന്നത് എത്ര നിലാവ് കൊട്ടിയെന്നാണ്. നമുക്ക് മനസ്സിലാവില്ല എന്താ ഇവരീ ചോദിക്കണേന്ന്. അപ്പം ചിലർ പറയും 4, ചിലർ ഒരു 6. എന്താ ഈ നിലാവ് കൊട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രൻ ഉദിക്കുമ്പോൾ ചെണ്ടയായിട്ട് കൊട്ടാൻ തുടങ്ങും. അപ്പോൾ ആദ്യത്തെ ദിവസം ആദ്യത്തെ ദിവസം 2.5 നാഴിക ചന്ദ്രൻ ഉണ്ടാവുള്ളൂ. 2.5 നാഴിക നേരം കൊട്ടും. പിന്നത്തെ ദിവസം ആകുമ്പോൾ 5 നാഴികയായി. അങ്ങനെ കൂടി വെളുത്തവാവിൻ്റെ എന്നാകുമ്പോഴത്തേക്കും 15-ാം ദിവസം വെളുത്തവാവിൻ്റെ എന്നാകുമ്പോൾ രാത്രി മുഴുവൻ കൊട്ടുകയാണ്. അത് അതുപോലെ തന്നെ ക്രമേണ കുറഞ്ഞു വന്ന് കറുത്തവാവിൻ്റെ അന്ന് വിശ്രമം. അങ്ങനെ ഒരു വെളുത്തവാവും ഒരു കറുത്തവാവും ആ ഒരു മാസം മുഴുവൻ കൊട്ടുന്നതിനാണ് ഒരു നിലാവ് കൊട്ടുക എന്ന് പറയുക. 4 നിലാവ് കൊട്ടുക, 5 നിലാവ് കൊട്ടുക എന്നൊക്കെയാണ് ഇവർ പറയുക. അത്ര വലിയ ക്ലേശപൂർണമായിട്ടുള്ള കാര്യമാണ് ഈ വാദ്യസംഗീതം. പക്ഷെ കഥകളിയിൽ നടൻ കാണിക്കുന്നതിന് അനുസരിച്ച് കൊട്ടാൻ മാത്രമേ ഇവർക്ക് സാധ്യതയുള്ളൂ. ഇവരുടെ വൈദഗ്ധ്യമൊന്നും പ്രകടിപ്പിക്കാൻ അവസരമില്ല. അപ്പം ഇവരുടെ വൈദഗ്ധ്യം പ്രകടിപ്പിക്കാനുള്ള ഏക അവസരം ഈ മേളപ്പദമാണ്. നമ്മളൊരു പഴഞ്ചൊല്ല് പറയും, കൊട്ടണ താളത്തിന് തുള്ളിയിട്ടാണ് എന്ന് നമ്മൾ പറയും. കഥകളി എന്ന് പറഞ്ഞ ഒരു ശൈലിയാണത്. കൊട്ടണ താളത്തിന് തുള്ളാനില്ല, തുള്ളണ താളത്തിന് കൊട്ടാനേ അവർക്ക് അധികാരമുള്ളൂ. അപ്പം അവരുടെ വൈദഗ്ധ്യം പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഈ മേളപ്പദം എന്ന് പറയുന്നത്. അതിൽ ഭാഗവതർ ചൊല്ലുന്നത് മഞ്ജുതര എന്നുള്ളതാണ്. ആ 6 ചരണങ്ങൾ ചൊല്ലിയിട്ട് ഭാഗവതരങ്ങൾ പോവും. പിന്നെ ഒരു 1-1.5 മണിക്കൂർ നേരം ഈ മദ്ദളക്കാരനും ചെണ്ടക്കാരനും അവരുടെ വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്ന രംഗമാണ് അത്. പിന്നെ തിരനോട്ടം ആണ്. അത് കത്തി, കരി, താടി തുടങ്ങിയ വേഷങ്ങൾക്കാണുള്ളത്. അവരെ തിരശ്ശീലയുടെ പിന്നിൽ വന്ന് നിന്നിട്ട് 3 തവണ അലർച്ച ഉണ്ടാവും.
അലർച്ചയ്ക്ക് ശേഷം ഈ തിരശ്ശീല അങ്ങോട്ടും ഇങ്ങോട്ടും ഉലച്ച് പകുതി താത്തി മുഖം മാത്രം കാണിച്ചിട്ട് പിന്നെ ആ തിരശ്ശീല പെട്ടെന്ന് മാറ്റി വരുന്നതിനാണ് ഇത് പറയുന്നത്. ശൃംഗാരം, വീരം, രൗദ്രം ഈ ഭാവങ്ങൾ പ്രധാനമായിട്ടുള്ള കഥാപാത്രങ്ങൾക്കാണ് തിരനോട്ടം നടത്തുക. ഞാനിപ്പോൾ ഒരുപാട് വാക്കുകൾ പറഞ്ഞു. ഈ വാക്കുകൾ കേട്ടിട്ട് പരിഭ്രമിക്കൊന്നും വേണ്ട. ഇതൊക്കെ 4 കഥകളി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഒരുപാട് കാലം ഇത് വായിച്ചാലും കൃത്യമായിട്ട് ഓർമ്മയൊന്നും വരില്ല. കഥകളി രംഗം എന്നൊരു പുസ്തകം, അതുപോലെ തന്നെ കഥകളി വിജ്ഞാനകോശം എന്നൊരു പുസ്തകമുണ്ട്, അയ്മനം കൃഷ്ണക്കൈമളുടെ. കഥകളിയെപ്പറ്റി നിങ്ങൾക്ക് എന്ത് വിവരം വേണമെങ്കിലും ഈ കഥകളി വിജ്ഞാനകോശം നോക്കിയാൽ മതി. മാത്രമല്ല, ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ കഥകളി കാണാത്തവരുണ്ടാവും. അവർക്ക് ഈ പച്ച, കത്തി ഇതൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവില്ല. ഈ കഥകളി വിജ്ഞാനകോശത്തിൽ അതിൻ്റെയൊക്കെ കളേർഡ് ഫോട്ടോസ് ഉണ്ട്. പച്ച വേഷം എന്താണ്, കത്തി വേഷം എന്താണ് എന്നുള്ളതിൽ അവരുടെ പലതരം ആഭരണങ്ങളുണ്ട്. കിരീടങ്ങൾ പലതരത്തിൽ, കെച്ചമണി, ചെവിപ്പൂവ്, നെറ്റിനാട, തോൾപ്പൂട്ട്, കടകം, മുലക്കൊല്ലാരം, പടിയരഞ്ഞാണം, മലർമാല, ഉത്തരീയം, ഒറ്റനാക്ക്, വെള്ളിനഖം ഇതൊക്കെ പറഞ്ഞ് ഒരുപാട് ആഭരണങ്ങളും ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് സാമാന്യമായിട്ട് കഥകളി എന്നുള്ള പെർഫോമൻസിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. അതിന് മലയാളത്തിൽ 10-15 പുസ്തകങ്ങളുണ്ടാവും. കഥകളി വേഷങ്ങളെ പറ്റി തന്നെയുള്ള പുസ്തകങ്ങളുണ്ട്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ചില പുസ്തകങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. കഥകളി വേഷം എന്ന് പറഞ്ഞു ഓരോ വേഷത്തെ പറ്റിയും ഉള്ള വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ. ഈ രാക്ഷസ വേഷങ്ങൾക്ക് ദുര്യോധനൻ, ദുശാസനൻ ഇവർക്കൊക്കെ ദംഷ്ട്ര ഉണ്ടാവും. അതുപോലെ തന്നെ ഈ നഖം വെള്ളി കൊണ്ടാണ്, ഇടത്തെ കൈമ വെള്ളി കൊണ്ട് നഖം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഓരോ നടൻ്റെ കയ്യിലും ഒരു ചെറിയ സോപ്പ് പെട്ടി പോലത്തെ ഒരു ചെപ്പ് ഉണ്ടാവും. അതിൽ ഈ നഖവും ദംഷ്ട്രയും ഉണ്ടാവും. മറ്റൊരാളിട്ട ദംഷ്ട്രയും മറ്റൊരാളിട്ട നഖവും ഇവർ ഉപയോഗിക്കില്ല. അത് സ്വന്തമായിട്ടുണ്ടാകും. ഉടുപ്പൊക്കെ മാറി വേഷം തന്നെയാണ്, കിരീടവും ഒക്കെ. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഈ കഥകളി നടന്മാർക്ക് പലപ്പോഴും രാജാക്കന്മാർ സമ്മാനം കൊടുക്കുന്നത് കിരീടമൊക്കെയാണ്. ഒരു കിരീടം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വേഷം മുഴുവൻ, കത്തി വേഷം മുഴുവൻ അതിൻ്റെ ഉടുത്തുകെട്ടും സകല ആഭരണങ്ങളും കൊടുക്കുക. അങ്ങനെയാണ്. വലിയ കഥകളി ഭ്രാന്തനായിരുന്ന വിശാഖൻ തിരുനാൾ അദ്ദേഹത്തിൻ്റെ കൊട്ടാരം കളിക്കാരനായ ഈശ്വരപിള്ള വിചാരിപ്പുകാർക്ക് അങ്ങനെ കിരീടവും വേഷവും കൊടുത്ത് മുഴുവൻ സ്വർണം കൊണ്ടാണ്. അങ്ങനെ ഒരു കഥയുണ്ട്. സ്വർണം കൊണ്ടാണ് അത് കൊടുത്തത് അത്ര. ആ രീതിയിലാണ്. ഇനി നമ്മൾ സാഹിത്യ ചരിത്രത്തിലേക്ക് കിടക്കുക. ഈ കഥകളി എന്ന അല്ലെങ്കിൽ ആട്ടക്കഥ എന്ന സാഹിത്യ രൂപത്തിൻ്റെ അല്ലെങ്കിൽ കഥകളി എന്ന അഭിനയ രൂപത്തിൻ്റെ പ്രാക്തന രൂപം ഏതാണ്? പൊതുവെ ആളുകൾ പറയുന്നത് തെക്കൻ തിരുവിതാംകൂറിലുണ്ടായിരുന്ന രാമനാട്ടം എന്ന ഒരു പകുതി നാടോടിയും ആയിട്ടുള്ള ഒരു സെമി ക്ലാസിക്കൽ പക്ഷേ സെമി ഫോക്ക് ആയിട്ടുള്ള ഒരു നൃത്ത സമ്പ്രദായമുണ്ട്. ആ നൃത്ത സമ്പ്രദായത്തിൻ്റെ കലാകാലങ്ങളിലൂടെ വന്ന പരിഷ്കൃത രൂപമാണ് കഥകളി എന്നാണ്. രാമനാട്ടം ശ്രീരാമൻ്റെ കഥ പറയുകയാണ് ചെയ്യുന്നത്. ദക്ഷിണ തിരുവിതാംകൂറിലാണ് അത് നിലനിന്നിരുന്നത്. ആ ഒരു അഭിനയ സമ്പ്രദായം അല്ലെങ്കിൽ രംഗകല ആണ്. അതിൻ്റെ സമ്പ്രദായങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇപ്പം നമുക്ക് നിശ്ചയമില്ല. രാമനാട്ടം എന്ന് കേട്ടിട്ടുള്ളതല്ലാതെ കൃത്യമായിട്ട് അതിൻ്റെ എങ്ങനെയാണ് അത് അവതരിപ്പിച്ചിരുന്നത് എന്നൊന്നും നമുക്ക് അറിയില്ല. പല കഥാപാത്രങ്ങളിലൂടെ പല രംഗങ്ങളിലൂടെ രാമായണ കഥ പറഞ്ഞിരുന്നു എന്ന് മാത്രം. അവിടെ പഴയ നാടകങ്ങളിലെ പോലെ തന്നെ, ഇപ്പം ഗ്രീക്ക് നാടകങ്ങളിലൊക്കെ ഉള്ള പോലെ തന്നെ പല കഥാപാത്രങ്ങളും മുഖം മൂടി ധരിച്ചിരുന്നു. മാസ്ക് ധരിക്കുകയാണ്, മുഖം മൂടി ധരിച്ചിരുന്നു. ഇപ്പോൾ വാനരൻ്റെ മുഖം മൂടി ധരിച്ചാണ് വരിക. രാക്ഷസൻ്റെ മുഖം മൂടി ധരിച്ചാണ് വരിക. അതാണ് രാമനാട്ടത്തിൻ്റെ രീതി. കഥകളിക്കാരൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ മുഖം മാസ്ക് ആക്കുകയാണ് ചെയ്യുന്നത്. മുഖം മാസ്ക് ആക്കുമ്പോഴൊരു ഈ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ
മാസ്കിന് ചലിക്കാൻ പറ്റില്ല, മാംസപേശികൾ ചലിക്കാൻ പറ്റില്ല. ഇപ്പോൾ ദുഃഖം അഭിനയിക്കുന്നു, മാസ്ക് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ദുഃഖം അഭിനയിക്കും? പക്ഷേ മുഖം മാസ്ക് ആയി കഴിഞ്ഞാൽ കവിളിലെ പേശികളുടെ ചലനം കൊണ്ട്, കണ്ണിലെ പേശികളുടെ ചലനം കൊണ്ട് ഒക്കെ ദുഃഖം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ മാസ്കിൻ്റെ ധർമ്മം മുഖത്തെ എഴുത്തുകൊണ്ട് നിർവഹിക്കുക എന്നുള്ളതാണ് കഥകളി അംഗീകരിച്ചൊരു വലിയ മുന്നേറ്റം എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. വളരെ ശാസ്ത്രീയം ഒന്നും ആയിരുന്നില്ല ഈ രാമനാട്ടം. മാത്രമല്ല അവിടെ മുദ്രകൾ മാത്രമല്ല, സംഭാഷണം ഉണ്ടായിരുന്നു. കഥാപാത്രങ്ങൾ പരസ്പരം സംസാരിച്ചിരുന്നു. കുഞ്ചൻ നമ്പ്യാർ തുള്ളലിൽ രാമനാട്ടത്തെ പറ്റി പറയുമ്പോൾ കഥാപാത്രങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്നു എന്നൊരിക്കൽ സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ വാദ്യങ്ങൾ, രാമനാട്ടത്തിലെ വാദ്യങ്ങൾ മദ്ദളവും എലത്താളവും ചെങ്കിലയും ആയിരുന്നു, ചെണ്ട ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ കഥാപാത്രങ്ങളുടെ നൃത്ത സമയത്ത് മാത്രമേ, അവർ ചുവട് വെച്ച് നൃത്തം ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ വാദ്യങ്ങൾ ഒച്ചപ്പെടുത്തിയിരുന്നുള്ളൂ. അങ്ങനെ ഒരു ക്ലാസിക് കലയുടെ ചിട്ടവട്ടയേക്കാൾ ഒരു ഫോക്ക് ആർട്ടിൻ്റെ പ്രതീതിയാണ് രാമനാട്ടം നിർവഹിച്ചിരുന്നത്. അത് അധികവും തിരുവനന്തപുരം ഭാഗത്ത് കൊട്ടാരക്കര വരെയൊക്കെ കഷ്ടിച്ച് വന്നിട്ടുണ്ടാവും. ആ ഭാഗത്ത് മാത്രമേ നടന്നിരുന്നുള്ളൂ. നമ്മളിപ്പോൾ പറയുന്ന ഈ കഥകളി കോട്ടയത്ത് തമ്പുരാൻ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അതെങ്ങനെ ഇപ്പം കോട്ടയത്ത് തമ്പുരാൻ തെക്കൻ തിരുവിതാംകൂറിലൊരു കലാരൂപത്തെ വയനാട്ടിലുള്ള കോട്ടയത്ത് തമ്പുരാൻ എങ്ങനെ കണ്ടെത്തുന്നത്? ആരാണ് ഈ കോട്ടയത്ത് തമ്പുരാൻ? നമ്മൾ ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. ആരാണ് കോട്ടയത്ത് തമ്പുരാൻ? കഥകളിയെ പിന്നെ അവിടെയാണ് കഥകളിയുടെ ഉൽപ്പത്തിയെ പറ്റിയുള്ള ചില ഐതിഹ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ ഐതിഹ്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അത് ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ഒരിക്കൽ കൊട്ടാരക്കര തമ്പുരാൻ സാമൂതിരിയുടെ, കോഴിക്കോട് സാമൂതിരിയെ സന്ദർശിച്ചു അത്രേ. അപ്പോൾ തെക്കൻ തിരുവിതാംകൂറിൽ നിന്ന് വന്ന ഈ രാജാവിന് വലിയ സ്വീകരണമൊക്കെ കൊടുത്തു. അദ്ദേഹത്തിനെ രസിക്കാൻ വേണ്ടിയിട്ട് സാമൂതിരി കൃഷ്ണനാട്ടം എന്ന പേരിൽ അവിടെ ഉണ്ടായിരുന്നൊരു കലാരൂപം അവതരിപ്പിച്ചു. അത് ശ്രീകൃഷ്ണൻ്റെ കഥയാണ്. ശ്രീകൃഷ്ണൻ്റെ ജനനം തുടങ്ങി സ്വർഗാരോഹണം വരെയുള്ള കഥ 8 ദിവസം കൊണ്ട് അവതരിപ്പിക്കുന്നതാണ് കൃഷ്ണനാട്ടം. മാനവേദൻ എന്നു പേരായ ഒരു സാമൂതിരിയാണ് അതിൻ്റെ ടെക്സ്റ്റ് എഴുതിയത്. ആ ടെക്സ്റ്റിൻ്റെ പേര് കൃഷ്ണഗീതി എന്നാണ്. അത് മുഴുവൻ സംസ്കൃതമാണ്, ഒറ്റ മലയാള വാക്കുമില്ല. കൃഷ്ണഗീതി ആണ്. ഈ കൃഷ്ണഗീതി എന്നുള്ള സംസ്കൃത ടെക്സ്റ്റ് കുറച്ച് ആളുകൾ 8 ദിവസം കൊണ്ട് അവതരിപ്പിക്കുന്നതാണ് കൃഷ്ണനാട്ടം. ഈ കൃഷ്ണനാട്ടത്തിൽ 8 എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് എന്ന് തോന്നുന്നു. 8 ദിവസം കളി, 8 പണം പ്രതിഫലം, 8 നാഴി വെളിച്ചെണ്ണ, അങ്ങനെ ഒക്കെ 8നോട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ കൃഷ്ണനാട്ടത്തിലെ പല കാര്യങ്ങളും പറയുന്നത്. ഇപ്പം ഗുരുവായൂർ വഴിപാടായിട്ട് കൃഷ്ണനാട്ടമുണ്ട്. രുക്മിണി അതിലൊരു ഭാഗമാണ് രുക്മിണി സ്വയംവരം. രുക്മിണി സ്വയംവരം വഴിപാട്, കൃഷ്ണനാട്ടം വഴിപാട് കഴിപ്പിച്ചാൽ വിവാഹം കഴിയും എന്നാണ് വിശ്വാസം. അപ്പോൾ വിവാഹം കഴിയാത്ത പെൺകുട്ടികളുടെ രക്ഷാകർത്താക്കൾ ഗുരുവായൂർ കൃഷ്ണനാട്ടത്തിന് രുക്മിണി സ്വയംവരം കളിപ്പിക്കാം എന്ന് നേരും. അതിന് പൈസ അവിടെ കൊടുത്താൽ മതി, അതൊരു വഴിപാടാണ്. അതുപോലെ തന്നെ സന്താനഗോപാലം മറ്റൊരു ഭാഗമാണ്. കുട്ടികളില്ലാത്ത ആളുകൾ സന്താനഗോപാലം കളിപ്പിക്കും. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് കാലക്കേടുകൾ, എന്തെങ്കിലുമൊക്കെ ശത്രുഭയം കൊണ്ടോ കാലക്കേട് വന്നു കഴിഞ്ഞാൽ കൃഷ്ണനാട്ടത്തിലെ കൃഷ്ണൻ്റെ വേഷം കെട്ടിയിട്ട് ഭഗവാന്റെ നടക്കെ തൊഴുത് നമസ്കരിച്ചാൽ മതി എന്നാണ്. നമ്മുടെ ഇയാൾ ക്രിക്കറ്റിലെ ഡിബാർ ചെയ്ത ബൗളർ ഉണ്ടല്ലോ, അയാളുടെ പേര് ഞാൻ പെട്ടെന്ന് അയാൾ ഒത്തു കളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഡിബാർ ചെയ്തില്ലേ, ശ്രീശാന്ത്. അയാൾ കൃഷ്ണനാട്ടത്തിലെ കൃഷ്ണൻ്റെ വേഷം കെട്ടി നമസ്കരിച്ചാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വിശ്വാസമുണ്ട് എന്നുള്ളത് പറയണം. ഈ കൃഷ്ണനാട്ടത്തിൽ അരങ്ങത്ത് മുഖംമൂടിയുണ്ട്. ജാമ്പവാൻ, യമധർമ്മൻ തുടങ്ങിയ വേഷങ്ങൾക്ക് മുഖംമൂടിയുണ്ട്.
മാത്രമല്ല അവിടെ ചെണ്ടയില്ലാതെ അങ്ങനെയാണ് കൃഷ്ണനായിട്ട് അവതരിപ്പിക്കുന്നത്. കഥയിലേക്ക് നമ്മൾ ഇതുവരെ വന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് കൊട്ടാരക്കര തമ്പുരാൻ കോഴിക്കോട് ചെന്ന് സാമൂതിരിയുടെ അതിഥിയായി താമസിച്ചപ്പോൾ സാമൂതിരി അദ്ദേഹത്തിന് കൃഷ്ണനാട്ടം കാണിച്ചു കൊടുത്തു. അതാണ്. അപ്പോൾ കൊട്ടാരക്കര തമ്പുരാന് വലിയ ഇഷ്ടമായി. കൃഷ്ണൻ്റെ കഥയാണ്. അപ്പോൾ സാമൂതിരിയോട് ചോദിച്ചു, എങ്ങനെയാണ് ഇതൊക്കെ കണ്ട് എത്തിയത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സാമൂതിരി പറഞ്ഞു, ഇത് ഭഗവാൻ നേരിട്ട് അനുഗ്രഹിച്ചു തന്ന കലയാണ്. അവിടെ ഒരു കഥ പറയും. വലിയ കൃഷ്ണഭക്തനായ ഒരാൾ കേരളത്തിലുണ്ടായിരുന്നു, വില്വമംഗലത്ത് സ്വാമിയാർ. ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ പ്രതിഷ്ഠിച്ച ആളാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം പ്രതിഷ്ഠിച്ച ആളാണ് വില്വമംഗലത്ത് സ്വാമിയാർ. വില്വമംഗലത്ത് സ്വാമിയാർ വീട്ടിലിരുന്ന് പൂജ ചെയ്യുമ്പോൾ ത്രിമധുരം ഒക്കെ, അപ്പം ത്രിമധുരം പായസം ഒക്കെ ഉണ്ടാക്കി നേദിക്കുമ്പോൾ കൃഷ്ണൻ ഒരു കുട്ടിയുടെ വേഷത്തിൽ മുമ്പിൽ വന്ന് ഇരുന്ന് പ്രത്യക്ഷപ്പെട്ട് അത് വാങ്ങി കഴിക്കാറുള്ളത്. അത്ര വലിയ ഭക്തനായിരുന്നു വില്വമംഗലം. അപ്പോൾ ഈ സാമൂതിരി വില്വമംഗലത്തിനോട് പറഞ്ഞു, എനിക്ക് ഭഗവാനെ ഒന്ന് നേരിട്ട് കാണണം. അപ്പോൾ വില്വമംഗലം പറഞ്ഞു, ഞാൻ പറഞ്ഞു നോക്കാം, സമ്മതിക്കുകയും ചെയ്യുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. ഒടുക്കം വില്വമംഗലം പറഞ്ഞതല്ലേ ശരി എന്ന് പറഞ്ഞ് ഭഗവാൻ സ്വന്തം രൂപത്തിൽ സാമൂതിരിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പീലിത്തിനോടി കൊടക്കൊള്ളും മഞ്ഞമുണ്ടും ഒക്കെ ആയിട്ട്. സന്തുഷ്ടനായ സാമൂതിരി ഈ കുട്ടിയെ വാരി എടുക്കാൻ അങ്ങോട്ട് ചെന്നപ്പോൾ അത് വില്വമംഗലം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇങ്ങോട്ട് അപ്രത്യക്ഷനായി. ഈ തിരക്കിൻ്റെ ഇടയിൽ ആ പീലിന്ന് ഒരു പീലി, 2 കണ്ണുള്ള ഒരു പീലി സാമൂതിരിയുടെ കയ്യിൽ കിട്ടി. കൃഷ്ണനാട്ടത്തിൻ്റെ കിരീടത്തിൽ ആ പീലി ഉണ്ട്, കുത്തിവെച്ചിട്ടുണ്ട് എന്നാണ് ഐതിഹ്യം. അങ്ങനെയാണ് ഈ കൃഷ്ണനാട്ടം ദിവ്യമായിട്ടുള്ളൊരു കലയാണ്. കൃഷ്ണഗീതിയാണ് അതിൻ്റെ ടെക്സ്റ്റ്. ഇത് കണ്ടിട്ട് കൊട്ടാരക്കര തമ്പുരാൻ തൻ്റെ കാട്ടിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. മടങ്ങി പോന്നിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം സാമൂതിരിക്ക് ഒരു കത്തയച്ചു. ആ കൃഷ്ണനാട്ട സംഘത്തെ ഒന്ന് കൊട്ടാരക്കരയ്ക്ക് അയക്കണം, ഈ നാട്ടുകാർക്ക് അതൊന്ന് കാണണം. അയച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല, സാമൂതിരി കളിയാക്കുകയും ചെയ്തു. കൊട്ടാരക്കര ആർക്കാ ഇത് മനസ്സിലാവണേ? ഇത് മനസ്സിലാവാനുള്ള യോഗ്യതയുള്ളവരൊന്നും കൊട്ടാരക്കര ഇല്ല എന്ന് പറഞ്ഞു. ഇത് വലിയ ഇൻസൾട്ടായിട്ട് തോന്നി കൊട്ടാരക്കര തമ്പുരാന്. എന്നാൽ പിന്നെ കൃഷ്ണൻ കഴിഞ്ഞാൽ ഭാരതീയ സംസ്കാരത്തിൽ ഏറ്റവും പ്രമാണിയായിട്ടുള്ള ആൾ രാമനാണ്. അവിടെ രാമനാട്ടുണ്ട്. അതിൽ രാമൻ്റെ കഥ ഒരു ഫോക്ലോർ ആയിട്ടുണ്ട്, ഫോക്ക് ഡാൻസ് ആയിട്ടുണ്ട്. അതൊന്നും കൂടെ പരിഷ്കരിച്ച് 8 ദിവസം കൊണ്ട് രാമകഥ കൊട്ടാരക്കര തമ്പുരാൻ സംവിധാനം ചെയ്തു. അതാണ് കഥകളിയുടെ പൂർവ്വരൂപമായ രാമനാട്ടം എന്നാണ് പേര്. പുത്രകാമേഷ്ടി, സീതാസ്വയംവരം, വിച്ഛിന്നാഭിഷേകം, ഖരവധം, ബാലിവധം, തോരണയുദ്ധം, സേതുബന്ധനം, യുദ്ധം എന്നിങ്ങനെ 8 തരംതിരിച്ചാണ് രാമനാട്ടം രൂപപ്പെടുത്തിയത്. വലിയ സാഹിത്യ ഭംഗിയൊന്നും അതിന് അവകാശപ്പെടാനൊന്നുമില്ല. ഈ കഥയ്ക്ക് ഒരു പാഠാന്തരം കൂടിയുണ്ട്. കൊട്ടാരക്കര തമ്പുരാൻ അല്ല, കോട്ടയത്ത് തമ്പുരാനാണ് സാമൂതിരിയോട് കൃഷ്ണനാട്ടം വയനാട്ടിലേക്കൊന്ന് അയച്ചു കൊടുക്കാൻ പറഞ്ഞത് എന്നൊരു കഥയുണ്ട്. കൊട്ടാരക്കര തമ്പുരാനാണ് ആവശ്യപ്പെട്ടതെങ്കിൽ സാമൂതിരി അയച്ചു കൊടുക്കാൻ മടിച്ചതിന് സാമൂതിരിയെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം സാമൂതിരിയുടെ ജന്മശത്രുവായ കൊച്ചിയാണ് ഇടയ്ക്ക് കിടക്കുന്നത്. കൊച്ചി രാജ്യത്തുകൂടി വേണം ഈ അഭിനയ സംഘത്തെ പറഞ്ഞയക്കാൻ. കൊച്ചി രാജാവ് അവരെ ഉപദ്രവിച്ചാലും അതുകൊണ്ടുകൂടി ആവാം സാമൂതിരി അയച്ചു കൊടുക്കാതിരുന്നത്. പക്ഷെ കോട്ടയം തമ്പുരാൻ വയനാട്ടിൽ നിന്നാണ് ഇത് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കാതിരുന്നതിന് ഒരു യുക്തിയില്ല. തൊട്ടടുത്ത ഡിസ്ട്രിക്റ്റാണ് വയനാട്, കോഴിക്കോടിൻ്റെ തൊട്ടടുത്താണ്. അതെന്തുകൊണ്ട് അയച്ചു കൊടുത്തില്ല എന്നാണ്. അങ്ങനെ കൊട്ടാരക്കര തമ്പുരാനല്ല, കോട്ടയത്ത് തമ്പുരാനാണ് ഇത് ചെയ്തത് എന്നൊരു കാര്യം. ഈ കോട്ടയത്ത് തമ്പുരാനാണ് രാമനാട്ടത്തെ പരിഷ്കരിച്ചത്. കൃഷ്ണനാട്ടം സാമൂതിരി അയച്ചു കൊടുത്തില്ല. അപ്പോൾ കോട്ടയത്ത് തമ്പുരാൻ രാമനാട്ടത്തെ, കൊട്ടാരക്കര തമ്പുരാൻ ഉണ്ടാക്കിയ രാമനാട്ടത്തെ പരിഷ്കരിച്ചു എന്നാണ് പറയുക. അവിടെ ഒരു പൊരുത്തക്കേടില്ലേ? തെക്കൻ തിരുവിതാംകൂറിലെ കൊട്ടാരക്കരയിലെ തമ്പുരാൻ കൃഷ്ണനാട്ടം കിട്ടാത്തതുകൊണ്ട് രാമനാട്ടം ഉണ്ടാക്കി. അത് നമുക്ക് വിശ്വസിക്കാം. അതായത് രാമനാട്ടം തെക്കൻ തിരുവിതാംകൂറിലാണ്. ഈ തെക്കൻ തിരുവിതാംകൂറിലുള്ള ഈ കലാരൂപം വയനാട്ടിലുള്ള കോട്ടയത്ത് തമ്പുരാൻ എങ്ങനെയാണ് കാണുന്നത്? അവിടെ തിരുവിതാംകൂർ ചരിത്രത്തിൽ ഒരു കഥയുണ്ട്. തിരുവിതാംകൂറിൽ
നിങ്ങൾ സി വി രാമപിള്ളയുടെ മാർത്താണ്ഡവർമ്മയൊക്കെ പരിചയമുള്ള പുസ്തകമുണ്ട്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് തൊട്ട് മുമ്പ് നാട് ഭരിച്ചിരുന്നത് ഉമയമ്മ റാണി എന്നൊരു രാജ്ഞിയാണ്. ഈ ഉമയമ്മ റാണി ഭരിക്കണ കാലത്ത് തോവാളയിൽ നിന്ന്, അതായത് കന്യാകുമാരി ജില്ലയിലെ തോവാള, അഗസ്തീശ്വരം എന്നൊക്കെ പറഞ്ഞ് തെക്കൻ തിരുവിതാംകൂറിൻ്റെ അങ്ങേയറ്റം, ഇന്ന് തമിഴ്നാട് ഡിസ്ട്രിക്റ്റിൽപ്പെട്ടതാണ്, തമിഴ്നാട്ടിൽപ്പെട്ടതാണ് അതൊക്കെ, കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽപ്പെട്ട സ്ഥലമാണ്. അവിടെ തോവാളയിൽ നിന്ന് കുറേ ഒരു തുരുക്കൻ പട മുസ്ലിങ്ങൾ പത്മനാഭപുരം, അതായത് തിരുവിതാംകൂറിൻ്റെ അന്നത്തെ വേണാടിൻ്റെ തലസ്ഥാനമായിട്ടുള്ള പത്മനാഭപുരം ആക്രമിക്കാൻ വന്നു എന്നാണ്. പുണ്ടുനീലി സന്ദേശത്തിൽ അതിനെപ്പറ്റി സൂചനയുണ്ട്. എണ്ണിക്കൊള്ളാം പടയിൽ എഴുന്നള്ളത്ത് തോവാള നിன்றോ എന്നൊരു ശ്ലോകമുണ്ട്. അതിൽ ഈ മുസ്ലിങ്ങൾ വേണാടിനെ ആക്രമിക്കാൻ വന്നു. അപ്പോൾ വലിയ അഭ്യാസിയായിരുന്ന കോട്ടയത്ത് തമ്പുരാനെ ഈ ഉമയമ്മ റാണി തന്നെ സഹായിക്കാൻ വേണ്ടി ക്ഷണിച്ചു കൊണ്ടുപോയി എന്നൊരു കഥയുണ്ട് തിരുവിതാംകൂർ ചരിത്രത്തിൽ. അങ്ങനെ കുറെ കാലം ഒരു കോട്ടയത്ത് തമ്പുരാൻ തിരുവനന്തപുരത്ത് താമസിച്ചിരുന്നു. ഒരു കേരളവർമ്മ എന്നു പേരായിട്ടൊരു കോട്ടയത്ത് തമ്പുരാൻ. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് കേരളവർമ്മ രാമായണം. നിങ്ങൾ പ്രാചീന സാഹിത്യം പഠിക്കുമ്പോൾ അങ്ങനെ പുസ്തകത്തെപ്പറ്റി കേട്ടിട്ടുണ്ടാവും, കേരളവർമ്മ രാമായണം. ഞാൻ പറഞ്ഞു വരുന്നത്, വയനാട്ടിലെ കോട്ടയം, വടക്കൻ കോട്ടയത്തിൽ, വയനാട്ടിലുള്ളതാണ് ഈ കോട്ടയം, പെരുളിമല എന്നൊക്കെ പറയും. ആ കോട്ടയത്തുള്ള ഒരു രാജാവ് കുറേ കാലം ഉമയമ്മ റാണിയുടെ സഹായിയായിട്ട് തിരുവനന്തപുരത്ത് താമസിച്ചിട്ടുണ്ട്. അക്കാലത്ത് അദ്ദേഹം രാമനാട്ടം കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് ചെന്നിട്ട് സാമൂതിരിയുടെ കൃഷ്ണനാട്ടം കിട്ടാത്ത പക കൊണ്ട് താൻ കണ്ടിട്ടുള്ള ഈ രാമനാട്ടത്തെ പരിഷ്കരിച്ച് കഥകളിയാക്കി എന്ന് വരാം. നമ്മളുടെ ചരിത്രകാരന്മാർ വേറൊരു ഇടങ്കോല് കൂടി ഇതിലിടുന്നുണ്ട്. പഴശ്ശിത്തമ്പുരാൻ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള ഒരു കോട്ടയം കേരളവർമ്മയുണ്ട്. അദ്ദേഹമാണ് കഥകളിയുടെ ഉപജ്ഞാതാവ് എന്ന് ചേർത്തിട്ടുണ്ട്. അതാവില്ല, അതാവാൻ ഒരു വഴിയുമില്ല. കാരണം നിരന്തരം യുദ്ധവും കാട്ടിലെ ഓട്ടവും ആയിട്ട് കഴിഞ്ഞുകൂടിയാണ് ഈ പഴശ്ശിത്തമ്പുരാൻ. അദ്ദേഹം സ്വസ്ഥമായിട്ടിരുന്ന കഥകളി കാണുന്നിട്ട് ഒരു ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല. ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ മുഴുവൻ ബ്രിട്ടീഷുകാരായിട്ടുള്ള യുദ്ധം ആണ്. പറയാൻ കാരണം നമുക്കൊരു ശ്ലോകം കിട്ടിയിട്ടുണ്ട്, അതിമനോഹരമായിട്ടുള്ളൊരു മുക്തകം, ഒരൊറ്റ ശ്ലോകം കിട്ടിയിട്ടുണ്ട്. അത് കോട്ടയത്ത് തമ്പുരാൻ്റെയാണ്. ജാതാനുകമ്പാഭവ കുശലമയേ മല്ലികേ കൂപ്പുകൈതേ കൈതേ കൈതേരിമാക്കം കബരിയിലടിവൻ കയ്യുയർത്തും ദശായം ഏതാനേതൻ മദീയൻ അലസരപരിതാപോദയാനാശു നീതൻ നീതൻ നീതാനുണർത്തിയിടുക ചടുല കയൽ കണ്ണിതൻ കർണമൂലേ. വളരെ മനോഹരമായിട്ടുള്ള ഒരു ശൃംഗാര ശ്ലോകമാണ്. മറ്റേ പൂവുകളോട് പലതരം മുല്ല, ചെത്തി തുടങ്ങിയ കൈതപ്പൂവ് തുടങ്ങിയ പല പൂക്കളോടും രാജാവ് അഭ്യർത്ഥിക്കുകയാണ്. ജാതാനുകമ്പാഭവ കുശലമയേ മല്ലികേ, അല്ലയോ മുല്ലപ്പൂവേ നിനക്ക് കുശലം തന്നെയല്ലേ, കൂപ്പുകൈതേ നിന്നെ ഞാൻ വന്ദിക്കുന്നു, കൈതേ കൈതപ്പൂവേ നിന്നെ ഞാൻ വന്ദിക്കുന്നു. എന്തിനാണിത് വന്ദിക്കുന്നതെന്ന് വെച്ചാൽ കൈതേരിമാക്കം, ഈ തമ്പുരാൻ്റെ ഭാര്യയാണ് കൈതേരിമാക്കം. കൈതേരിമാക്കം കബരിയിലണിവാൻ കയ്യുയർത്തും ദശായം. ഈ പൂവുകൾ ഇങ്ങനെ കൈകൊണ്ട് എടുത്തിട്ട് തലമുടി ചൂടാൻ വേണ്ടി കൈതേരിമാക്കം കയ്യുയർത്തുമ്പോൾ ഈ പൂവും കയ്യും മാക്കത്തിൻ്റെ ചെവിയുടെ അടുത്തെത്തും. അങ്ങനെ എത്തുമ്പോൾ ഏതാൻ മദീയൻ അലർശന പരിതാപോദയാനാശു നീതാൻ നീതാൻ നീതാനുണർത്തിയിടുക. അവളുടെ ചെവിയുടെ അടുത്ത് എത്തുമ്പോൾ നിന്നെ വേർപെട്ടത് കൊണ്ട് എനിക്കുണ്ടായ ദുഃഖം അവളുടെ ചെവിയിൽ നീ പതുക്കെ പറയണേ എന്നീ പൂവിനോട് രാജാവ് അഭ്യർത്ഥിക്കുന്നതാണ്. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ശ്ലോകമാണ്. ഈ ശ്ലോകം കാട്ടിൽ അലഞ്ഞു നടന്നിരുന്ന കേരളവർമ്മ എഴുതിയതാണ്. അതുകൊണ്ട് അദ്ദേഹം വലിയ കവിയാണ്. വലിയ കവിയായതുകൊണ്ട് അദ്ദേഹം ആട്ടക്കഥ എഴുതി എന്നാണ് പറഞ്ഞു വരുന്നത്. അതൊക്കെ കേൾക്കാൻ രസമുള്ള കഥയാണ്, ഈ ഭംഗിയുള്ള ശ്ലോകമാണ്, ഇത്ര മാത്രമേ ഉള്ളൂ. പഴശ്ശിത്തമ്പുരാനായിരിക്കില്ല, ആ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു കേരളവർമ്മയായിരിക്കാം ഇത് എഴുതിയത്. അങ്ങനെ ഒരു ചില കേരളവർമ്മയെ പറ്റി നമുക്ക് വേറെ കുറേ കഥകൾ സാഹിത്യ ചരിത്രത്തിൽ കിട്ടുന്നുണ്ട്.
കോട്ടയത്ത് അങ്ങനെ ഒരു കേരളവർമ്മ ഉണ്ടായിരുന്നു. മഹാമണ്ടൂസ് ആയിട്ടൊരുത്തൻ, ഒന്നും അറിയാൻ പാടില്ല, ഒരു ബുദ്ധിയില്ലാത്തൊരുത്തൻ ഇതിലുള്ള വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ വെട്ടത്ത് രാജകുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണത്. അവർ വലിയ പണ്ഡിതയായിരുന്നു. മകനിങ്ങനെ ബുദ്ധൂസായിട്ടെടുത്ത്. അപ്പോൾ അവരുടെ അടുത്ത് വേറൊരു കൊട്ടാരത്തിൽ ഏതോ ഒരു കല്യാണത്തിനോ മറ്റേ ഇവരെ ക്ഷണിച്ചു. അപ്പോൾ പോകണം. അന്നൊക്കെ സംസ്കൃതം സംസാരിക്കാവൂ രാജാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇയാൾക്കാണെങ്കിൽ മലയാളം തന്നെ പറയാനറിയാൻ പാടില്ല. അവിടെ ചെല്ലുമ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. റാണിക്ക് വലിയ ദുഃഖമായി. അപ്പോൾ ബാക്കിയുള്ള പണ്ഡിതന്മാരൊക്കെ കൂടി പറഞ്ഞു, സാരില്ല, ഞങ്ങൾ കൂടെ പോവാം. അവിടെ എത്തിയിട്ട് അവിടുത്തെ കാർന്നവരോട് മയാ കിം കർത്തവ്യം എന്ന് മാത്രം ചോദിച്ചാൽ മതി, ബാക്കി ഇനി ഞങ്ങൾ ഏറ്റു. ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നാണ് മയാ കിം കർത്തവ്യം, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കേണ്ടത്. ഈ വിദ്യാസരൻ അവിടെ ചെന്നപ്പോൾ ഈ വഴി നടന്ന് ഇത് മറന്നുപോയി. അയാൾ മയാ കിം കർത്തവ്യം എന്നാണ് ചോദിച്ചത്. മയാ കിം കർത്തവ്യം എന്നുള്ളതിന് അപ്പോൾ അത് കേട്ടപ്പോൾ മയാ കിം കർത്തവ്യം എന്ന് കേട്ടപ്പോൾ മറ്റേ കാരണവർക്ക് മനസ്സിലായി ഈ മണ്ടൂസാണെന്ന്. അയാൾ കളിയാക്കി പറഞ്ഞു, ദീർഘോച്ചാരണം കർത്തവ്യം, വേറെ ഒന്നും പറയണ്ട, മയ എന്നല്ല മയ എന്ന് ദീർഘമായിട്ട് ഉച്ചരിച്ചാൽ മാത്രം മതി. ഈ വിവരം തിരിച്ചറിഞ്ഞപ്പോൾ രാജ്ഞിക്ക് വലിയ ദുഃഖമായി. ഇങ്ങനൊരു മകൻ എനിക്ക് വേണ്ട. അവനെ പോയി കയ്യും കാലും കെട്ടി അടുത്തുള്ളൊരു വെള്ളച്ചാട്ടമുണ്ട്, കുമാരധാര, അതൊന്ന് അവിടെ കൊണ്ടിടാൻ പറ്റും. അവിടെ കൊണ്ടിട്ടു. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സ്വന്തം മകനല്ലേ, മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ എന്ന് വിചാരിച്ച ആളെ പറഞ്ഞയച്ചു. നോക്കിയപ്പോൾ മരിച്ചിട്ടില്ല. തണുത്ത വെള്ളം ഇങ്ങനെ തലയിൽ 24 മണിക്കൂർ വീണപ്പോൾ അയാളുടെ ബുദ്ധിക്ക് ഉണർവ് കിട്ടിയതാണ്. പിന്നെ അയാൾ പഠിക്കാൻ തുടങ്ങി. ഗംഭീരമായിട്ട് പഠിച്ചു, മഹാപണ്ഡിതനായി. അദ്ദേഹമാണ് ഈ കഥകൾ എഴുതിയത് എന്നാണ് പറയുന്നത്. പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഈ കോട്ടയം തമ്പുരാൻ 4 ആട്ടക്കഥകൾ എഴുതി. കോട്ടം വിട്ടൊരു കോട്ടയം കഥകൾ 4 എന്നാണ് പറയുക. ആദ്യം അദ്ദേഹം എഴുതിയത് 4 ആട്ടക്കഥകളാണ് എഴുതിയത്. അതിൽ ഭഗവതം ആണ് ആദ്യം എഴുതിയത്. നമ്മൾ പറഞ്ഞില്ലേ മാതങ്കാനനം അബ്ജയോനി എന്ന് പറഞ്ഞൊരു ശ്ലോകം നേരത്തെ ഞാൻ ചൊല്ലി, അത് ഭഗവതത്തിലെ ശ്ലോകമാണ്, ഭഗവതം. പിന്നെ കല്യാണ സ്വഗതി, 3ാമത് കിർമീരവധം, 4ാമത് കാലകേയവധം. നിവാത കവച കാലകേയവധം എന്നാണ് ടെക്സ്റ്റിൻ്റെ മുഴുവൻ പേര്. ഇങ്ങനെ 4 ആട്ടക്കഥകൾ, കോട്ടം വിട്ട കോട്ടയം കഥകൾ എന്നാണ് പറയുക. ഈ ഭഗവതം വളരെ 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 സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് അത് എഴുതി തൻ്റെ ഗുരുനാഥനെയും, അമ്മയും വലിയ പണ്ഡിതയാണ്, അമ്മയും ഗുരുനാഥനെയും കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, ഓ ഇത് കൈകൊട്ടിക്കളിക്ക് കൊള്ളാം. നമ്മുടെ സാഹിത്യ രൂപങ്ങളിലെ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു സാഹിത്യ രൂപമാണ് തിരുവാതിരപ്പാട്ട്. ഇയാൾ വലിയ കാര്യമായിട്ട് കഥകളി എഴുതിക്കൊണ്ട് ചെന്ന്, ആട്ടക്കഥ എഴുതിക്കൊണ്ട് ചെന്നപ്പോഴാണ് ഇത് തിരുവാതിരപ്പാട്ടാണ് എന്ന് പറഞ്ഞ് കളിയാക്കി. പിന്നെ അയാൾ കല്യാണ സുഗന്ധി എഴുതി. തിരക്കേടില്ല, പക്ഷേ എന്നാലും വേണ്ടത്ര ഒരു ഗൗരവം വന്നില്ല. മാത്രമല്ല അത് വായിച്ചാൽ ഈ ഗ്രന്ഥകാരനൊരു പെൺകോന്തനാണ് എന്ന് തോന്നി എന്ന് പറഞ്ഞ് കളിയാക്കി. വീണ്ടും വന്നിട്ട് അയാൾ കിർമീരവധം എഴുതി. കട്ടി സംസ്കൃതമാണ് കിർമീരവധം. അതുകൊണ്ട് കാണിച്ചു കൊടുത്തപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, ഇതിനൊരു വ്യാഖ്യാനം കൂടെ എഴുതിയാൽ കുട്ടികളെ പഠിപ്പിക്കാൻ കൊടുക്കും, സംസ്കൃതം പഠിപ്പിക്കാൻ, അല്ലാണ്ട് ഇത് രംഗത്തൊന്നും പറ്റില്ല. എന്നാൽ രംഗത്ത് അവതരിപ്പിക്കാറുണ്ട് എഴുതും ഇത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കാലകേയവധം എഴുതിയത്. കാലകേയവധം വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ആടാനും പാടാനും കൊള്ളാം എന്ന് സമ്മതിച്ചു. ഇപ്പോഴും അതെ, കലാമണ്ഡലത്തിൽ കുട്ടികളെ കഥകളി പഠിപ്പിക്കുമ്പോൾ കഥകളി പഠിപ്പിക്കുന്നതിന് ചൊല്ലിയാടിക്കുക എന്നാണ് പറയുക. ചൊല്ലിയാടിക്കുന്നത് കോട്ടയം കഥകളാണ്. കാരണം ആ സ്റ്റേജിൻ്റെ ഭാഷ സാഹിത്യത്തിൻ്റെ ഭാഷയുമായിട്ട് രംഗപാഠവും സാഹിത്യപാഠവും ഇത്രയേറെ പൊരുത്തപ്പെട്ടു പോകുന്ന വേറെ ആട്ടക്കഥകളിൽ നമുക്കില്ല. പെർഫെക്റ്റാണ് അത്. അങ്ങനെയാണ് കാലകേയവധം. അതിൽ തമ്പുരാൻ സാഹിത്യത്തെ പറ്റിയുള്ള തൻ്റെ സങ്കല്പം പറയുന്നുണ്ട്. കവിതയെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പമുണ്ട്. കാലകേയവധത്തിലെ കഥ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. ഇന്ദ്രനെ സഹായിക്കാൻ വേണ്ടി അർജുനൻ ദേവലോകത്ത് ചെല്ലുന്നത്, അർജുനൻ്റെ രൂപഭംഗി കണ്ട് ഉർവശി അർജുനന് അനുരക്തയായിട്ട് അർജുനനെ പ്രാപിക്കാൻ ചെല്ലുന്നത്,
അർജുനൻ അത് പറ്റില്ല എന്ന് പറഞ്ഞ് ഉർവശിക്ക് വഴങ്ങാതിരിക്കുന്നത്. കോപിഷ്ഠയായ ഉർവശി ആണും പെണ്ണും കെട്ടവനാവട്ടെ എന്ന് ശവിക്കുന്നത് ആ കഥയാണ് ചിന്തിക്കുന്നത്. അതിൽ ഉർവശി അർജുനൻ്റെ അടുത്തേക്ക് പോകുന്ന ഭാഗത്തെ പറ്റിയൊരു ശ്ലോകമുണ്ട്. അത് കോട്ടയത്ത് തമ്പുരാൻ കവിതയെ പറ്റിയുള്ള സങ്കല്പമാണ്. ശ്ലോകം ഇതാണ്: സുലളിത പദവിന്യാസ. അത് നിങ്ങൾ ആ ശ്ലോകം ശ്രദ്ധിച്ചാൽ മതി, എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സുലളിത പദവിന്യാസ രുചിരാലങ്കാരശാലിനി മധുര മൃദുലാപി ഗഹനാഭാവ സൂക്തി വിവാപ ഉർവശി വിജയം. സാ ഉർവശി വിജയം വാപ. ആ ഉർവശി വിജയനെ പ്രാപിച്ചു. ഇങ്ങനെയുള്ള ഉർവശിയാണ് സുലളിത പദവിന്യാസ. ലളിതമായ പദവിന്യാസത്തോട് കൂടിയവൾ, മനോഹരമായി നൃത്തം ചെയ്യുന്ന പോലെ നടക്കുന്നവൾ. സുലളിത പദവിന്യാസ രുചിരാലങ്കാരശാലിനി, മനോഹരമായിട്ടുള്ള ആടയാഭരണങ്ങളൊക്കെ അടിച്ചിട്ടുള്ളവൾ. സുലളിത പദവിന്യാസ രുചിരാലങ്കാരശാലിനി മധുര, മധുരമായ വാക്കുകൾ പറയുന്നവൾ. അങ്ങനെയുള്ള സൂക്തി പോലെ, സൂക്തി സാഹിത്യം അല്ലെങ്കിൽ ഭാഷ, അങ്ങനെ ലളിതമായ പദങ്ങളോടുകൂടി കൃത്യമായ പ്രാസങ്ങളോടുകൂടി മനോഹരമായ അർത്ഥവ്യക്തതയോടുകൂടി ഉള്ള സാഹിത്യ ഭാഷ പോലെ ഉർവശി അർജുനനെ സമീപിച്ചു എന്നാണ് പറയുന്നത്. സുലളിത പദവിന്യാസ രുചിരാലങ്കാരശാലിനി മധുര മൃദുലാപി ഗഹനാഭാവ. ലളിതമാണെന്ന് തോന്നും, പക്ഷെ ഒരുപാട് ആശയക്കട്ടിയുള്ളതാണ്. അങ്ങനെയുള്ള സൂക്തി പോലെ, വാക്ക് പോലെ ഉർവശി വിജയൻ്റെ സമീപത്തെത്തി. കവിത ഇങ്ങനെയുള്ളതായിരിക്കണം: ലളിതമായ പദമായിരിക്കണം, മനോഹരങ്ങളായ അലങ്കാരങ്ങളുള്ളതായിരിക്കണം, പ്രത്യക്ഷത്തിൽ ലളിതമാണെന്ന് തോന്നുമ്പോഴും ആലോചിക്കും തോറും ഗൗരവമുള്ളതായിട്ട് തോന്നണം. അങ്ങനെ ഉദാത്തമായ കവിത പോലെ എന്നാണ് പറയുന്നത്. തമ്പുരാൻ തൻ്റെ കവിതയെ പറ്റിയുള്ള സങ്കല്പവും അതിനോട് യോജിക്കുന്ന മട്ടിലാണ് ഈ കാലകേയ ആട്ടക്കഥയിലെ പദങ്ങളും. നല്ല സാഹിത്യ ഭംഗിയുള്ള പദങ്ങളാണ്. അത് പെർഫെക്റ്റായിട്ട് അവതരിപ്പിക്കാൻ പറ്റും. കാലകേയ വധത്തിലെ അർജുനൻ ആദ്യവസാന വേഷം എന്നാണ് പറയുക. കാലകേയ വധത്തിലെ അർജുനൻ്റെ വേഷം കെട്ടി ആടാനായാൽ പിന്നെ ഏത് വേഷം കെട്ടാനും ആവും കഥകളിയിൽ എന്നാണ് പറയുക. ഇവിടെയും ഒരുപാട് കഥകളൊക്കെ ഉണ്ട് ഇതിനെപ്പറ്റി. നേരമ്പോക്കുള്ള ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. ഇടയ്ക്കുള്ള കഥയൊക്കെ പറഞ്ഞാൽ എനിക്കിത് ഓർമ്മ വരും. ഞാൻ ഈ കഥയൊക്കെ പറയണതെന്ന് വെച്ചാൽ ഒടുക്കൻ ആ കഥ മാത്രം ആലോചിച്ചിട്ട് ഇതോർക്കണ്ടിരിക്കരുത്. ഇതാണ് പ്രധാനം. ഈ കഥകളിയിലെ നടന്മാർ വലിയ പണ്ഡിതന്മാരൊന്നും ആയിരിക്കില്ല. ഞാൻ 3ാം ക്ലാസ്സും 4ാം ക്ലാസ്സും ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടാണ് 8 വയസ്സാകുമ്പോഴത്തേക്കും കഥകളി പഠിക്കാൻ പോകും. ഇപ്പോഴല്ലേ അവർക്ക് 10ാം ക്ലാസ്സും PA ഒക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. മറ്റേ സാമാന്യ വിദ്യാഭ്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഗുരുനാഥൻ പഠിപ്പിച്ചത് കേട്ട് അതേപോലെ ഇങ്ങോട്ട് അഭിനയിക്കും, കാണിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കാലികേയത്തിൽ ഇന്ദ്രൻ അസുരന്മാരായിട്ടുള്ള യുദ്ധത്തിൽ തന്നെ സഹായിക്കുന്നതിന് വേണ്ടി അർജുനനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തൻ്റെ തേരാളിയായിട്ടുള്ള മാതലിയെ പറഞ്ഞയക്കുന്നൊരു ഭാഗമുണ്ട്. മാതലി അർജുനൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അർജുനനെ ഒരുപാട് സ്തുതിക്കും. അർജുനൻ വളരെ ലജ്ജയോടുകൂടി സലജ്ജോഹം എന്നൊരു പ്രസിദ്ധ പദമാണ് അപ്പോൾ ആട് കേട്ടുകൊണ്ടിരിക്കും. അതുപോട്ടെ മാതലി അടുത്ത് വന്ന് നിന്നപ്പോൾ വലിയ തേജസ്വിയാണ്. മാതലി ദേവലോകത്തു നിന്ന് വന്ന ആളല്ലേ, വലിയ തേജസ്വിയാണ്. അർജുനൻ ഉടനെ ചോദിക്കും, അങ്ങ് ആരാണ്? അരുണനോ കിമു വരുണനോ എന്നാണ്. അരുണൻ സൂര്യനാണ്, വരുണൻ വരുണ ഭഗവാനാണ്. അങ്ങനെ തേജസ് കാണുമ്പോൾ സൂര്യഭഗവാനാണോ അതോ വരുണ ഭഗവാനാണോ എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. പക്ഷേ അരുണൻ എന്നുള്ള പദത്തിന് സൂര്യൻ എന്ന അർത്ഥം ഉണ്ടെങ്കിലും പ്രസിദ്ധമായ അർത്ഥം സൂര്യൻ്റെ തേരാളി എന്നാണ്. ഈ വിൽപ്പത്തിയില്ലാത്ത നടനെ, വിൽപ്പത്തിയില്ലാത്ത സാഹിത്യത്തിലൊരു വിൽപ്പത്തിയില്ലാത്ത ഗുരു പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത് സൂര്യൻ്റെ തേരാളി എന്നുള്ളതാണ്. അപ്പോൾ അരുണനോ കിമു വരുണനോ എന്ന് ഭാഗവതർ പാടുമ്പോൾ വരുണൻ്റെ മുദ്ര കാണിക്കും. അരുണൻ്റെ ഭാഗത്ത് വരുമ്പോൾ സൂര്യൻ്റെ തേരാളിയാണോ
ഇതാണ് മുദ്ര കാണിക്കുക. നമ്മുടെ രസികനായിട്ടുള്ള കൃഷ്ണൻകുട്ടി പൊതുവാളം എന്നൊരു ചെണ്ട വിദ്വാനുണ്ടായിരുന്നു. അദ്ദേഹം പറയും, ഇത് കേൾക്കുമ്പോൾ എനിക്ക് കലി വരും. ഇങ്ങനെയാണ്. അങ്ങ് സൂര്യനാണോ വരുണനാണോ എന്ന് ചോദിക്കേണ്ടതിന് പകരം വരുണനാണോ സൂര്യൻ്റെ തേരാളിയാണോ എന്നാണ് ചോദിക്കുക. നിങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അങ്ങ് ആരാണ്? കൊച്ചി മഹാരാജാവാണോ അതോ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ഡ്രൈവറാണോ എന്ന് ചോദിക്കുന്ന പോലെയാണ് ഇത് കളിയാക്കി പറയാറുണ്ട്. ഈ കാലകേയവധാണ് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള കലാരൂപം ആയിട്ട് നമ്മൾ ലക്ഷണമൊത്ത ആദ്യത്തെ കഥകളിയായിട്ട് കണക്കാക്കുന്നത്. ഇത് വെട്ടത്ത് സമ്പ്രദായത്തിലുള്ള കഥകളിയാണ്. ഞാൻ പറഞ്ഞു, കോട്ടയത്ത് തമ്പുരാൻ്റെ അമ്മ വെട്ടം രാജവംശത്തിൽപ്പെട്ടവളാണ്. അതുകൊണ്ട് വെട്ടത്ത് സമ്പ്രദായം ആണ് ഇതിൽ പറയുന്നത്. കഥകളിയിൽ വെട്ടത്ത് സമ്പ്രദായം പരിഷ്കരിച്ച് മനോഹരാക്കി മാറ്റി തീർത്തത്. എന്താണ് ഈ വെട്ടത്ത് സമ്പ്രദായത്തിൻ്റെ പ്രത്യേകത? അതിൽ വാചിക അഭിനയമില്ല. രാമനാട്ടത്തിൽ കഥാപാത്രങ്ങൾ സംസാരിച്ചിരുന്നു നമ്മൾ പറയും. ഇവിടെ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നില്ല. കഥാപാത്രങ്ങൾ സംസാരിക്കാതെ വന്നിരുമ്പോൾ ഭാഗവതരുടെ റോള് കൂടി ആവർത്തിച്ച് പാടേണ്ടി വരും മുദ്ര കാണിക്കുന്നവരെ. അങ്ങനെ ഭാഗവതർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. വെട്ടത്ത് സമ്പ്രദായക്കാരാണ് ചെണ്ട ആദ്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഭാഗവതർക്ക് സഹായിയായിട്ട് ശിങ്കിടിയെ വെച്ചതും വെട്ടത്ത് സമ്പ്രദായക്കാരാണ്. പിന്നെ ചുണ്ടപ്പൂവിട്ട് കണ്ണ് ചുവപ്പിക്കും എന്ന് നമ്മൾ പറഞ്ഞു, അതും വെട്ടത്ത് സമ്പ്രദായത്തിൻ്റെ ഇതാണ്. മുഖം മൂടിക്ക് പകരം മുഖം മൂടി വേണ്ടാന്ന് വെച്ചാൽ മുഖത്ത് തേപ്പ് മാത്രം മതി, അതും വെട്ടത്ത് സമ്പ്രദായത്തിൻ്റെ രീതിയാണ്. മഹർഷിമാരൊഴിച്ച് ബാക്കി എല്ലാ കഥാപാത്രങ്ങൾക്കും കുപ്പായം വേണം എന്നുള്ളത് വെട്ടത്ത് സമ്പ്രദായം തന്നെയാണ്. കീചകൻ തുടങ്ങിയ ദുര്യോധനൻ തുടങ്ങിയ രാജസ പ്രധാനങ്ങളായിട്ടുള്ള വേഷങ്ങൾ, ദുശാസനൻ, ബാലി തുടങ്ങിയ താമസ പ്രധാനങ്ങളായ വേഷങ്ങൾക്ക് ഇവർക്കൊക്കെ തിരനോട്ടം വേണം. തിരശ്ശീല പകുതി ഇങ്ങനെ താഴ്ത്തി കാണുന്ന ആ തിരനോട്ടം എന്നുള്ള ചടങ്ങ് വേണം എന്ന് വെച്ചത് അവരാണ്. ഈ രാമനാട്ടത്തിൽ രാമൻ, ലക്ഷ്മണൻ തുടങ്ങിയ കഥാപാത്രങ്ങളുടെ മുഖത്ത് പച്ച നിറമല്ല നീല നിറം ആണ് തേച്ചിരുന്നത്. അത് മാറ്റി പച്ച നിറമാക്കിയത് വെട്ടത്ത് സമ്പ്രദായമാണ്. അപ്പോൾ വെട്ടത്ത് സമ്പ്രദായത്തിൻ്റെ പരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ വാചകാഭിനയം നിർത്തി, അതോടുകൂടി സംഗീതത്തിന് പ്രാധാന്യം കൂടി. പ്രധാന പാട്ടുകാരനായ പൊന്നാനിക്കൊപ്പം സംഘടിച്ച് പാടുന്ന ശിങ്കിടിയെ കൂടി ചേർത്തു. ചുണ്ടപ്പൂ വിട്ട് കണ്ണ് ചുവപ്പിക്കാൻ തുടങ്ങി. ചെണ്ട വാദ്യങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു. മുഖം മൂടി മാറ്റി മുഖത്ത് തേപ്പ് കൂടുതൽ മിനുസമുള്ളതാക്കി തീർത്തു. നീല ചായത്തിന് പകരം പച്ച ചായം ആക്കി മാറ്റി തീർത്തു. രാജസ താമസ വേഷങ്ങൾക്ക് തിരനോട്ടം ഏർപ്പെടുത്തി. പിന്നെ പാട്ടിൽ ചില പ്രത്യേകതകൾ കൂടി കൽപ്പിക്കുന്നുണ്ട്. ഇതാണ് കോട്ടയം കഥകളുടെ ഒരു സവിശേഷതയായിരിക്കും. ഈ കോട്ടയം തമ്പുരാനെ ഇത് ചിട്ടപ്പെടുത്താൻ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ ഗുരു ഗോവിന്ദ ദീക്ഷിതർ എന്നൊരാൾ. അതാ നമ്മൾ ആദ്യം മാതങ്കാനനം എന്ന് ചൊല്ലിയ ശ്ലോകത്തിൽ ഗോവിന്ദ ദീക്ഷിതരെ പറ്റി പറയുന്നുണ്ട്. ഗോവിന്ദ ദീക്ഷിതരും പിന്നെ വെള്ളാട്ട് ചാത്തുപ്പടിക്കർ എന്നൊരു നടനുണ്ടായിരുന്നു അദ്ദേഹം. അവരും തമ്പുരാനും കൂടിയാണ് ഈ 4 ടെക്സ്റ്റ് എഴുതിയത് തമ്പുരാനാണ്. എങ്കിലും അതിൻ്റെ രംഗപാഠം ചിട്ടപ്പെടുത്തിയത് ഇവർ 3 പേരും കൂടിയാണ്. തമ്പുരാൻ മരിച്ചതിന് ശേഷം ഈ ചാത്തുപ്പടിക്കർ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി. അദ്ദേഹത്തിൻ്റെ നാട് പാലക്കാട് അടുത്തുള്ള കല്ലടിക്കോട് ഗ്രാമം ആണ്. കല്ലടിക്കോട് ഗ്രാമത്തിലേക്ക് പോന്ന് അവിടെ കുട്ടികളെ കഥകളി പഠിപ്പിച്ചു. ഈ രീതിയിൽ തന്നെ അതുകൊണ്ട് ഈ വെട്ടത്ത് സമ്പ്രദായത്തിന് കല്ലടിക്കോടൻ സമ്പ്രദായം എന്ന് മറ്റൊരു പേര് വന്നു. ചാത്തുപ്പടിക്കൽ കല്ലടിക്കോട്ടുകാരനായത് കാരണം നാട്ടിൽ വന്നിരുന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് അത് കല്ലടിക്കോടൻ രീതി എന്നായി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അദ്ദേഹവും ക്രമേണ ചില മാറ്റങ്ങളൊക്കെ കൂടി വരുത്തിയിട്ട് ഈ കഥകളിക്കാരൻ തോളത്തിങ്ങനെ ഉത്തരീയ ഇടും. പണ്ട് അത് വെളുത്ത ഉത്തരീയ മാത്രമാണ് ഇട്ടത്. അതിൻ്റെ ഒപ്പം ചുവപ്പുള്ള ഉത്തരീയ കൂടി ഇടുക. അങ്ങനെ ഈ വേഷവിധാനത്തിൽ ചില ചില്ലറ മാറ്റങ്ങളൊക്കെ കൂടെ വരുത്തിയിട്ടുണ്ട്. മെയിനായിട്ട് ഇവർ 3 പേരും കൂടി വരുത്തിയതാണ്. അതായത് കോട്ടയത്ത് സമ്പ്രദായം തന്നെയാണ് കല്ലടിക്കോടൻ സമ്പ്രദായം എന്ന പേരിൽ നമ്മൾ അറിയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീടൊരു മേജർ പരിഷ്കാരം വന്നാണ് കപ്ലിങ്ങാട് പരിഷ്കാരം. കപ്ലിങ്ങാട് നമ്പൂതിരി
അദ്ദേഹം തലപ്പള്ളി താലൂക്കുകാരനാണ്. തലപ്പള്ളി താലൂക്കിലുണ്ടായിരുന്ന ഒരു കപ്ലിക്കാട് നമ്പൂരി ആട്ടും പാട്ടും കൊട്ടും ഒക്കെ വലിയ വിദഗ്ധനാണ്. നാട്യശാസ്ത്രത്തിലും വലിയ പണ്ഡിതനാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് പോയി കുറക്കാലം താമസിച്ചു. അവിടെ വെച്ചാണ് അദ്ദേഹം കപ്ലിക്കാടൻ രീതിയിൽ പരിഷ്കാരങ്ങൾ വരുത്തിയത്. അദ്ദേഹം ചെയ്തത് എന്താ വെച്ചാൽ കഥാപാത്രങ്ങൾ, ഈ കഥകളി നടന്മാർ മുദ്ര കാണിക്കുന്നത് നെഞ്ചിൻ്റെ നേരെ പാടുന്നു, അല്ലാണ്ട് കയ്യ് വിടർത്തി അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും അത് പറ്റില്ല. നെഞ്ചിന് നേരെ വേണം മുദ്രകൾ കാണിക്കാൻ എന്ന് പറഞ്ഞു. കത്തി വേഷങ്ങൾക്ക് മൂക്കത്തും നെറ്റിയിലും ഉണ്ട ചുട്ടിപ്പൂ എന്നാണ് പറയുക, ഇങ്ങനെ തുറച്ചു നിൽക്കുന്ന ഉണ്ട പോലെ ഉണ്ടാകും, അത് വെച്ച് പിടിപ്പിച്ചു. മഹർഷിമാർക്ക് മഹർഷി മുടി എന്നുള്ള കിരീടം വേണം എന്ന് പറഞ്ഞു. മേളപ്പദത്തിലെ മഞ്ജുതലയ്ക്ക് വിവിധ രാഗങ്ങൾ ആലപിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അതുപോലെ തന്നെ ഈ കഥകളിക്കാര് മുഖത്തിങ്ങനെ ചന്ദ്രകല പോലെ വെളുത്ത കടലാസ് ഇങ്ങനെ ഒട്ടിക്കുമല്ലോ, അത് കുറച്ചുകൂടി താത്തി ചെവിയുടെ മുൻവശത്ത് തുടങ്ങി താടിയുടെ അറ്റം വരെ 3-4 ലെയറായിട്ട് വെള്ള കടലാസ് ഇങ്ങനെ ഏതാണ്ട് ട എഴുതുന്ന പോലെ എഴുതി എസ് എഴുതുന്ന പോലെ മുറിച്ച് ഒന്നിനിടയിൽ ഒന്നായിട്ട് ഇങ്ങനെ പറ്റിക്കും. അത് കുറച്ചും കൂടെ പിന്നിലേക്ക് മാറ്റുമ്പോൾ മുഖത്തിൻ്റെ വിസ്താരം കൂടുതലായിട്ട് തോന്നും, മുഖവിസ്തൃതി വർദ്ധിപ്പിച്ചു എന്നാണ് അതിന് പറയുക. അങ്ങനെ വരുമ്പോൾ എക്സ്പ്രഷൻസ് കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നതാണ്. അങ്ങനെ നമ്മുടെ കഥകളി വേഷത്തിൻ്റെ ഇപ്പോഴത്തെ മനോഹാരിത മുഴുവൻ വരുത്തിയത് കപ്ലിക്കാട് നമ്പൂരിയാണ്. അങ്ങനെ വെട്ടത്ത് സമ്പ്രദായം അല്ലെങ്കിൽ കല്ലടിക്കോടൻ സമ്പ്രദായം, അതിന് തന്നെ കല്ലുവഴിച്ചിട്ട എന്ന് പറയും. ഈ വെട്ടം, കല്ലടിക്കോട്, കല്ലുവഴിച്ചിട്ട ഇവ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മേജറായിട്ടുള്ള പിന്നീട് മാറ്റം വരുന്നത് ഈ കപ്ലിക്കാട് സമ്പ്രദായത്തിൻ്റെതാണ്. ഒരു കഥാപാത്രം തന്നെ പെട്ടെന്ന് പകർന്നാടുക എന്ന് പറയും, വേറൊരു കഥാപാത്രമായിട്ട് മാറി ആടുന്ന പകർന്നാട്ട സമ്പ്രദായം, അതും കപ്ലിക്കാടൻ രീതിയിലായിട്ടാണ് പറഞ്ഞു വരുന്നത്. ഈ 4 കഥകളും സ്റ്റേജ് പെർഫോമൻസിനാണ്. പ്രത്യേകിച്ച് കാലകേയവധം, വിവാദകവച കാലകേയവധം, അതാണ് നമ്മളുടെ എണ്ണം പറഞ്ഞ രംഗകല. ഇനിയാണ് ആട്ടക്കഥാ സാഹിത്യത്തിലെ അസാമാന്യനായ ഒരു കവിയെ നമ്മൾ കാണുന്നത്, അത് ഉണ്ണായി വാര്യനാണ്. പക്ഷേ ഉണ്ണായി വാര്യൻ്റെ സാഹിത്യകൃതിയെ പറ്റി കഥകളിക്കാർക്ക് വലിയ ബഹുമാനമൊന്നുമില്ല. രംഗത്ത് അവതരിപ്പിക്കാൻ പറ്റില്ല പല ഭാഗങ്ങളും. സാഹിത്യം എന്നുള്ള നിലയിൽ അത് അതുല്യാണ്. അതിനോടൊപ്പം വേറെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരാട്ടക്കഥയും അതിൻ്റെ അടുത്ത് പോലും നിൽക്കില്ല. പക്ഷേ സ്റ്റേജിൽ വരുമ്പോൾ ഉണ്ണായി വാര്യർക്ക് ചില സ്റ്റേജിൻ്റെ വ്യാകരണത്തിന്, രംഗത്തിൻ്റെ വ്യാകരണത്തിന് വഴങ്ങില്ല ഈ ആട്ടക്കഥ സാഹിത്യം ഭംഗി എന്ന് വെച്ചാൽ ഉണ്ണായി വാര്യർ. ഈ ഉണ്ണായി വാര്യർ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ സദസ്യനായിരുന്നു, കുഞ്ചൻ നമ്പ്യാരുടെ സുഹൃത്തായിരുന്നു, രാമപുരത്തുവാരുടെ കൂട്ടുകാരനായിരുന്നു. ഈ രാമപുരത്തുവാരും കുഞ്ചൻ നമ്പ്യാരും ഉണ്ണായി വാര്യരും ഒക്കെ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അവിടെ വെച്ച് കഥകളി ഈ നളയരിതം 4 ദിവസത്തെ കഥയായിട്ട് അവതരിപ്പിച്ചു. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മഹാഭാരതത്തിലെ ഒരു ഉപാഖ്യാനാണ്, ഒരു ഭാഗമാണ് ഈ നളോപാഖ്യാനം. ഒരു പക്ഷെ മലയാള സാഹിത്യത്തിൽ മഹാഭാരതത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഇത്രയേറെ വേറെ ഒരു ഉപാഖ്യാനവും വന്നിട്ടില്ല. നമുക്ക് നളയരിത എത്ര രീതിയിലാണ് മലയാളത്തിൽ. ഇപ്പം നളയരിത ആട്ടക്കഥയുണ്ട്, നൈഷധം ചമ്പു, നളയരിതം തുള്ളല്, നളയരിതം കിളിപ്പാട്ട്, നളോദയ മഹാകാവ്യം, നളചരിതം 14 വൃത്തം, നളചരിതം വഞ്ചിപ്പാട്ട്, ഭാഷാഭൈമീപരിണയ നാടകം, നളചരിതം കൈകൊട്ടിക്കളിപ്പാട്ട്, നൈഷധം ഭാഷ, നൈഷധം ഗദ്യം, നളചരിതം മണിപ്രവാളം, നളചരിതം വാതിൽത്തുറപ്പാട്ട്, നളചരിതം കുറത്തിപ്പാട്ട്, നളചരിതം ബ്രാഹ്മണിപ്പാട്ട്. ഇങ്ങനെ എത്ര കൃതികളായി നളനെ പറ്റിയുള്ളത് മലയാളത്തിൽ വന്നിട്ടുള്ളത്. ഉണ്ണായി വാര്യനും അതുകൊണ്ട് തന്നെ ആയിരിക്കണം, ഈ പോപ്പുലാരിറ്റി കൂടി കണക്കാക്കി എടുത്തുകൊണ്ടായിരിക്കണം നളചരിതം സ്വീകരിച്ച്. മാത്രമല്ല പണ്ടൊക്കെ സംസ്കൃതം പഠിക്കുമ്പോൾ അതിനൊരു ചിട്ടയുണ്ട്. ആദ്യം ശ്രീരാമോദന്തം പഠിക്കും, പിന്നെ ശ്രീകൃഷ്ണവിലാസം, പിന്നെ കുമാരസംഭവത്തിലെയോ രഘുവംശത്തിലെയോ 1-2 സർഗങ്ങൾ, പിന്നെ മാഘം അല്ലെങ്കിൽ ശിശുപാലവധം എന്നുള്ള കാവ്യം, അവസാനം നൈഷധം പഠിക്കും. നൈഷധം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് കാവ്യം വായിച്ചാലും അർത്ഥം മനസ്സിലാവും എന്നതാണ്.
അങ്ങനെ സംസ്കൃത പഠനത്തിൽ താൻ എത്തിച്ചേർന്ന ഉയർന്ന ശ്രേണിയായ നൈഷധ പഠനവും വായർക്കയെ സഹായിച്ചിട്ടുണ്ടാവാം ഈ നളചരിത രചനയ്ക്ക് എന്നുള്ളതാണ്. അദ്ദേഹം ഇരിഞ്ഞാലക്കുടക്കാരനാണ് എന്നാണ് ഇപ്പം പറയുന്നത്. അകത്തൂട്ട് വാര്യത്ത് ജനിച്ചു എന്നാണ് പറയുന്നത്. നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ കാലവും ഒന്നും നിശ്ചയമില്ല. ഏതായാലും ഇരിഞ്ഞാലക്കുടക്കാരനാണ്, തിരുവനന്തപുരത്താണ് താമസിച്ചിരുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. നളചരിത ആട്ടക്കഥയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്, അതിൽ കത്തി വേഷമില്ല. ഏറ്റവും ഭംഗിയുള്ള വേഷം കഥകളിയിൽ കത്തിവേഷമാണ്. പക്ഷെ ഉണ്ടായി വാര്യരുടെ നളചരിതത്തിൽ കത്തിവേഷം എന്തുകൊണ്ട് അതില്ല. ഇടക്കാലത്ത് വെച്ച് പുഷ്കരനെ കത്തിയാക്കാനൊക്കെ ഒരു ശ്രമം നടത്തി, അതൊന്നും എങ്കിലും എത്തിയില്ല എന്നുള്ളതാണ്. ഉണ്ടായി വാര്യരും സാഹിത്യത്തെ പറ്റിയുള്ള തൻ്റെ സങ്കല്പം അതിലെ ഒന്നാം ദിവസത്തിൽ സരസ്വതി ദേവിയെ കൊണ്ട് പറയിക്കുന്നുണ്ട്. ഈ ദമയന്തി സ്വയംവരത്തിന് വരുമ്പോൾ കൂടെ മറ്റ് രാജാക്കന്മാരെ പരിചയപ്പെടുത്താൻ വരുന്നത് സരസ്വതിയാണ്. ഇവൻ അവന്തി ജനപര പുരന്തരൻ ഇവങ്കര അഭിമതം എന്ന് പറഞ്ഞ് ഓരോ രാജാക്കന്മാരെ ഇങ്ങനെ പരിചയപ്പെടുത്തും. ആ പരിചയപ്പെടുത്തുന്നതിന് വന്ന സരസ്വതിയുടെ വാക്കായിട്ട് സാഹിത്യത്തെ പറ്റിയുള്ള തൻ്റെ അഭിപ്രായം ഉണ്ടായി വാര്യർ പറയുന്നുണ്ട്. കനക്കും അർത്ഥവും സുധകണക്ക പദനിരയും അനർഗളം യമകവും അനുപ്രാസം ഉപമാതി ഇണക്കം കലർന്ന് രമ്യം ജനിക്കും തൽ സാരസ്വതം എന്നാണ് അർത്ഥം. പിന്നെ ആദ്യം പ്രധാന അർത്ഥമാണ് കനക്കും അർത്ഥവും, പിന്നെ സുധകണക്ക പദനിരയും, തേൻ പോലെയുള്ള വാക്കുകൾ, പിന്നെ അലങ്കാരങ്ങൾ, പ്രാസം, ഇതൊക്കെ ചേർത്തതാണ് എന്ന് പറയുന്നുണ്ട്. ആ കൽപ്പന്തുരുമലെ സുലളിത പദവിന്യാസാ രുചിരാലങ്കാരശാലിനി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും. കഥകളിയുടെ ആട്ടക്കഥയുടെ ടെക്സ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കഥ ശ്ലോകങ്ങളുടെ രൂപത്തിൽ. ഈ ശ്ലോകം സംസ്കൃതത്തിലോ മണിപ്രവാളത്തിലോ ആയിരിക്കും. അഭിനയിക്കാനുള്ള ഭാഗം മണിപ്രവാളത്തിലാണ്. മലയാളത്തിന് കൂടുതൽ പ്രാധാന്യമുള്ള മണിപ്രവാളത്തിലാണ് അത് ചെയ്യുക. പിന്നെ കഥയും അഭിനയവും കൂടിച്ചേരുന്നൊരു ഭാഗമുണ്ട്, ദണ്ഡകം എന്ന് പറയും. അങ്ങനെ ആട്ടക്കഥയുടെ ടെക്സ്റ്റിനെ മൂന്നായിട്ടാണ് തരംതിരിക്കുക: ശ്ലോകങ്ങൾ, പദങ്ങൾ, ദണ്ഡകങ്ങൾ. ശ്ലോകങ്ങൾ സംസ്കൃതത്തിൽ, പദങ്ങൾ ഉത്തമ മണിപ്രവാളത്തിൽ, ദണ്ഡകവും ഉത്തമ മണിപ്രവാളത്തിൽ. ഇങ്ങനെയാണ് അതിനൊരു സംവിധാനം. പക്ഷേ ഉണ്ടായവാർക്ക് ഇതൊന്നും ബാധകമൊന്നുമില്ല. നല്ല മലയാളത്തിൽ ശ്ലോകം എഴുതും, ചിലപ്പോൾ തനി സംസ്കൃതത്തിൽ പദം എഴുതും. അതൊന്നും അദ്ദേഹം നോക്കുകയില്ല. അങ്ങനെ ഒരു രീതിയിലാണ് എഴുതുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയാം, കൂടിന് അസ്ത കുറഞ്ഞു രണ്ടാം ദിവസത്തിലാണ് ചൂത് കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് നളനും പുഷ്കരനും കൂടി ചൂത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വാശി കയറി തോക്കുകയാണ്. എന്നാലും വാശി പൂത്ത് വീണ്ടും കളിക്കുകയാണ്. ഊടിന് അസ്ത കുറഞ്ഞു നിദ്ര നിശയിങ്കൽ പോലും ഇല്ലാതെയായി വേടുന്നോരുടെ ആഭിമുഖ്യം ഒരു നാളും നാസ്തി നക്തം ദിവം കാണും പോത്ത് പുറത്തു നിന്ന് കരയും ഭൈമി. താനും പുഷ്കരനും തദീയ വൃഷവും നാലാമതില്ലാരുമേ. തനി മലയാള ശ്ലോകമാണ്. തോൽക്കും വാതു പറഞ്ഞു നേർക്കും ഉടനെ ഭൂയോ നിരത്തും നളൻ നോക്കും പുജ്ജിനിയിട്ട് പുഷ്കരനിരിക്കുമ്പോൾ രസിക്കും വൃഷം. വാക്യം ദൈവഗതിക്ക് നീക്കം ഒരു നാളുണ്ടോ ധനം രാജ്യവും ശീഘ്രം തച്ചുപറിച്ചുകൊണ്ട് നളനോടിത്യുജിവൻ പുഷ്കരൻ. ഉജിവൻ എന്നുള്ളൊരു വാക്ക് മാത്രമേ സംസ്കൃതത്തിലുള്ളൂ. അങ്ങനെ സംസ്കൃതത്തിൽ ശ്ലോകങ്ങൾ എഴുതേണ്ടതിന് പകരം ചിലപ്പോൾ ഉണ്ടായി വാര്യർ മലയാളത്തിൽ ശ്ലോകം എഴുതും, സംസ്കൃതത്തിലും എഴുതും. പദങ്ങളാണെങ്കിലോ മലയാളത്തിൽ പദങ്ങൾ എഴുതേണ്ടതിന് പകരം ചിലപ്പോൾ വിളിതം പദയുകളെ നിഗളിതയാ മർഗിതയാ ലതയാ എന്ന് തനി സംസ്കൃതത്തിൽ തേടിയ വള്ളി കാലി ചുറ്റി എന്നുള്ളതേ ഉള്ളൂ. വിളിതം പദയുകളെ നിഗളിതയാ മർഗിതയാ ലതയാ എന്ന് അദ്ദേഹം എഴുതി തീർക്കും. ഇതിലൊന്നും അദ്ദേഹത്തിനൊരു നിയന്ത്രണം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അപാര മനോഹരമായിട്ടുള്ള പദങ്ങളാണ്, വളരെ ധ്വന്യാത്മകമായിട്ടുള്ള യഥാർത്ഥ കവിത്വം അതിൽ നമ്മൾ കണ്ടെത്താൻ പറ്റും. കുഞ്ചൻ നമ്പ്യാരുടെ നളയരുതവും ഇദ്ദേഹത്തിൻ്റെ നളയരുതവും കൂടി താരതമ്യപ്പെടുത്തുമ്പോഴാണ് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നത്. മറ്റേതൊരു കടത്താണ് മുഴുവൻ ചിത്രീകരിച്ചിട്ടുള്ളത്. നളയരുതം തുള്ളൽ വായിച്ചാൽ നിങ്ങൾക്കറിയാം.
ഞാൻ നേരത്തെ ഇത് പറഞ്ഞു, കഥകളി എന്ന ആർട്ട് ഫോമിൽ രംഗാവിഷ്കാരത്തിന് പറ്റാത്ത ഒരുപാട് ഭംഗികൾ ടെക്സ്റ്റിലുണ്ട് എന്ന്. അതിന് നമുക്ക് അങ്ങനെ ഒരു പഠനം നടത്താൻ ഏറ്റവും നല്ല കൃതി നളയരുതാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഡെസർട്ടേഷൻ എഴുതാവുന്നതാണ്. രംഗത്ത് അവതരിപ്പിക്കാൻ പറ്റാത്ത നളചരിതത്തിൻ്റെ കാവ്യഭംഗികൾ എന്ന പേരിൽ കുറച്ചൊരു സാങ്കേതികമാണ്, എങ്കിലും അങ്ങനെ ഒരു പഠനം ഉണ്ടായിട്ടില്ല മലയാളത്തിൽ. ഉദാഹരണമായിട്ട് 3-ാം ദിവസത്തിൽ ദമയന്തിയെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് നളൻ ഋതുവർണ്ണൻ്റെ രാജധാനിയിൽ ചെന്നിരിക്കുന്നുണ്ട്. അവിടെ ഈ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് നളൻ. വിജനേബത നീ ഉണർന്ന് ഇന്ദുവദനെ വീണെന്തു ചെയ്യൂ കഥനെ അവനെ ചെന്നായോ ബന്ധുഭവനെ ചെന്നായോ എന്തു കാൺമൻ ഇന്ദു സാമ്യ രുചി മുഖം എന്തു പൂൺമൻ ഇന്ദ്രകാമ്യമുടലഹം എന്നാണ് നളനിങ്ങനെ പശ്ചാത്തപിക്കുകയാണ്. കാട്ടിൽ ഒറ്റയ്ക്ക് നീ ഉണർന്നിട്ട് എവിടെയാണ് ചെയ്യുന്നത്? വിജനേബത നീ ഉണർന്ന് ഇന്ദുവദനെ വീണെന്തു ചെയ്യുമോ കഥനെ, നീ ദുഃഖിതയായിട്ട് എന്താ ചെയ്യുന്നത്? അവനെ ചെന്നായോ ബന്ധുഭവനെ ചെന്നായോ, ബന്ധുക്കളുടെ അടുത്തിയോ, എന്തു കാൺമൻ ഇന്ദു സാമ്യ രുചി മുഖം എന്തു പൂൺമൻ ഇന്ദ്രകാമ്യമുടലഹം. അതിന് ഇന്ദ്രകാമ്യമുടലഹം എന്നാണ് പറയുന്നത്. ഈ ഇന്ദ്രൻ പോലും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ശരീരം. നളയരുത് 1-ാം ദിവസത്തെ കഥയാണത്. അത് രംഗത്ത് കാണിക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ദ്രകാമ്യമുടലഹം എന്ന് നളൻ പറഞ്ഞ 3-ാം ദിവസം പറയുന്നത് കേൾക്കുമ്പോൾ 1-ാം ദിവസം മുഴുവൻ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നളനെ അവതരിപ്പിക്കുന്നത് രതീശ സുഭകൻ ജഗദേക വീരൻ എന്നീ 2 പര്യായങ്ങളിലാണ്. പിന്നെ ത്രൂ ഔട്ട് ആ കൃതിയിൽ നളനെ പറ്റി പറയുന്നിടത്തൊക്കെ ഈ ജാതി വാക്കുകളേ ഉള്ളൂ. മേഘവാഹനനേക്കാൾ ബലവാൻ, മോഹനാംഗൻ, ഭീഷിതരിപുതികരൻ, ഊർജിതാശയൻ, ചൂതശതാപൻ, രാഗപുങ്കവൻ, ഇങ്ങനെയുള്ള പദങ്ങളാണ്. അതേപോലെ തന്നെ ദമയന്തിയെ പറ്റി ഇന്ദുമുഖി, വിധുമുഖി, അങ്കനമാർ മൗലി, സദ്ഗുണലോല, ഇങ്ങനെയുള്ള നായികാനായകന്മാരെ അവതരിപ്പിച്ചിട്ടാണ് വിഷ്ണുരമയ്ക്കൊരു ശക്തി ശാങ്കനും മക്യുഹരൻ നളനോർക്ക് നിനക്കും എന്ന് പറയുന്നത്. ആ കാവ്യ ഭംഗിയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എല്ലാ ആട്ടക്കഥകളിലെയും ശൃംഗാരപദങ്ങളാണ്. പലപ്പോഴും ഈ ആട്ടക്കഥകളിലെ ശൃംഗാരപദങ്ങൾ അങ്ങേയറ്റം അശ്ലീലാണ്, പച്ച ശൃംഗാരമാണ്. കാമദേവൻ വായിച്ച ഓക്കാനിക്കണേ അറിയുന്ന ശൃംഗാരമാണ് പലപ്പോഴും ഈ ആട്ടക്കഥകളിലെ ശൃംഗാരപദങ്ങൾ. പിന്നെ കുരുകര വല്ലവം ഉരസിജയുകളെ യുവജന മാനസതികളെ എന്ന് പച്ചയ്ക്കൊക്കെ പറയാണ് ഉർവശി അർജുനൻ്റെ അടുത്ത്. രാവണ വിജയത്തിലാണെങ്കിൽ സുരതോത്സവം ഇഹ കുരു മമ സുമതേ എന്നാണ് കുബേരവതി കുബേരനോട് പറയുന്നതായിട്ടുള്ളത്. അവിടെയൊന്നും ഒരു നിയന്ത്രണം ഇല്ലാത്ത മട്ടിലാണ്. മതമന്ധര സിന്ധുരഗമനെ പന്തടി മുലയാളെ എന്നൊക്കെയാണ് സംബോധന പറയുന്നത്. പക്ഷെ നളയരകത്തിലെ 3 ശൃംഗാരപദങ്ങളുണ്ട്. ഒന്ന് പൂർവ്വ വിപ്രലംബം, ഒന്ന് ഉത്തര വിപ്രലംബം, മറ്റൊന്ന് സംഭോഗ ശൃംഗാരം. ഇത് 3ലും ശൃംഗാരം രതി സ്ഥായിഭാവമായിട്ട് വരുന്നതാണെങ്കിലും ശൃംഗാരത്തിൻ്റെ അതിര് കടക്കാതെ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. കുവലയ വിലോചനെ ബാലേ ഭൈമി എന്ന് തുടങ്ങുന്ന സംഭോഗ ശൃംഗാരപദത്തിലാണെങ്കിലും സാമ്യമകന്നു ഒരു ഉദ്യാനം എന്ന് തുടങ്ങുന്ന പൂർവ്വ വിപ്രലംബത്തിലാണെങ്കിലും വിജനേപത എന്ന് തുടങ്ങുന്ന കരുണ സൂചിപ്പിക്കുന്നതായിട്ടുള്ള ഉത്തര വിപ്രലംബ ശൃംഗാരത്തിലാണെങ്കിലും ഈ അന്തസ്സ് പാലിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ്. ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ ഇനിയും ഒരുപാടുണ്ട്. ഈ വ്യാഖ്യാന ഭേദങ്ങൾ പല. കലയും കമലയും എന്നൊരു പദപ്രയോഗമുണ്ട്. നളയരകത്തിലെ കലയും കമലയും പോലെ നീ എന്നെ കരുതുക എന്ന് നളൻ ദമയന്തിയോട് പറയുന്നൊരു ഭാഗമുണ്ട്. അതിൽ ഈ കലയും കമലയും ആരാണ് എന്നുള്ളതിനെ പറ്റി കാന്താര താരകത്തിൽ AR രാജരാജവർമ്മയുടെ വ്യാഖ്യാനമാണ് കാന്താര താരകം. അതുപോലെ തന്നെ ഒരു MH ശാസ്ത്രികൾ എഴുതിയിട്ടൊരു വ്യാഖ്യാനം, അതാണ് വലിയ വ്യാഖ്യാനം, രസിക കൗതുകം എന്ന പേരായിട്ട്. അതിനൊക്കെ ഇതിനെപ്പറ്റി ഡിഫറൻ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് 2 തോഴിമാരെ തന്നെയാണ് നൈവാരി കൽപ്പിച്ചിട്ടുള്ളത്. ഹർഷൻ അദ്ദേഹത്തിൻ്റെ നൈഷധം കാവ്യത്തിലെ കലയെപ്പറ്റി മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ കലയും കമലയും എന്ന് 2 പേരെ പറ്റി പറയുന്നുണ്ട്. ഇത് പക്ഷേ സരസ്വതിയും ലക്ഷ്മി ഭഗവതിയും
ആണ് തോഴിമാർ എന്നുള്ള ധൃതി കൂടി ഉണ്ടായി വാരനായിട്ട് ആയതുകൊണ്ട് കൽപ്പിച്ചിട്ടുണ്ടാവാം. പിന്നെ വാക്കുകൾ ഉപയോഗിക്കുന്നിടത്ത് അങ്ങനെ നിയന്ത്രണമൊന്നുമില്ല. വാക്ക് ഒടിച്ചു മടക്കാനൊന്നും ഉണ്ടായിമാർക്ക് ഒരു മടിയില്ല. അപ്പം അതിൽ പ്രസിദ്ധമായിട്ട് കാട്ടാളൻ്റെ ഒരു പദമുണ്ട്. കാട്ടാളൻ ദമയന്തിയോട് പറയുന്നതാണ്, അപുത്രമിത്ര കാന്താരം അനർത്ഥകർത്തെ വീണാളെ ആനന്ദിച്ചേ വാഴയിടുന്നവളല്ലേ കമലി വീണാളെ അപത്രമിച്ചിടേണ്ട ഞാനോ വനത്തിൽ മേവും നാണാളെ ആരെന്നാലും രക്ഷിപ്പാതിരി അപരം വരുമോ കേണാളെ. ഇത് അവസാന വാക്കൊക്കെ അപുത്രമിത്ര കാന്താരം പുക്ക്, മിത്രങ്ങളെയും ബന്ധുക്കളെയും ഒക്കെ വിട്ട്, പുത്രന്മാരെയും ബന്ധുക്കളെയും ഒക്കെ വിട്ട് കാട്ടിൽ വന്നവളെ, അപുത്രമിത്ര കാന്താരം പുക്ക് അനർത്ഥകർത്തെ വീണാളെ, അങ്ങനെ കാട്ടിൽ വന്ന് അപകടത്തിൽ വീണവളെ, അപുത്രമിത്ര കാന്താരം പുക്ക് അനർത്ഥകർത്തെ വീണാളെ ആനന്ദിച്ചേ വാഴേണ്ടുന്നവൾ അല്ലേ കമലി വീണാളെ. നീ വളരെ കാലം സന്തോഷിച്ച് ജീവിക്കേണ്ടവളാണ്. ആനന്ദിച്ചേ വാഴേണ്ടുന്നവൾ അല്ലേ കമലി വീണാളെ അപത്രമിച്ചിടേണ്ട ഞാനോ വനത്തിൽ മേവുന്ന ആളെ. എനിക്ക് ലജ്ജയും ഭയമൊന്നും വേണ്ട, ഞാൻ വനത്തിൽ മേവുന്ന ആണാളെ എന്നാണ്. ആളാണേ എന്ന് പറയേണ്ടതിനാണ് ആണാളെ എന്ന് പറഞ്ഞത്. ഞാൻ കാട്ടിൽ താമസിക്കുന്ന ആളാണേ എന്ന് പറയേണ്ടിടത്താണ് ഞാൻ കാട്ടിൽ താമസിക്കുന്ന ആണാളെ എന്ന് പറഞ്ഞു. ഇത് അങ്ങനെ പ്രയോഗിച്ച് അങ്ങനെ കൂടെ പ്രയോഗിച്ചു. അതൊന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നമൊന്നുമില്ല. അതുപോലെ രണ്ടാം വിവാഹത്തിന് എല്ലാ രാജാക്കന്മാരെ അറിയിക്കാൻ ആളുകളെ വിട്ടിട്ട് അയച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അയച്ചിട്ടുണ്ട് എന്ന് പറയാം, അയച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം അയച്ചോ എന്ന് ചോദിച്ചാൽ അയച്ചു, അയച്ചില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ സന്ദിഗ്ധതയ്ക്ക് പറയാൻ എന്താ ഉണ്ടായവാൻ ഉപയോഗിച്ച് ആളയച്ചിട്ടുണ്ട് എൺമാനില്ല എൺമാനില്ല എന്ന് പ്രയോഗിച്ചു. എന്താ ഇതിനർത്ഥം? ആളയച്ചിട്ടുണ്ട് എൺമാനില്ല എൺമാനില്ല എന്ന് വെച്ചാൽ രണ്ടു വിധത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അയച്ചോ എന്ന് ചോദിച്ചാൽ അയച്ചു, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നതാണ്. ഇങ്ങനെ ഉച്ഛൃംഖലനായ ഒരു കവി അതിമനോഹരമായിട്ടുള്ള അലങ്കാര കൽപ്പനകൾ. അർണവം തന്നിലല്ലോ നിന്നക ചേരുന്നു ന്യായം അന്യഥാ വരുത്താൻ കുന്നുമുതിർന്നിടുമു പാഥസാം നിലയം വാർന്നൊഴിഞ്ഞളവു സേതുബന്ധോപമെന്തിടും. ഇതൊക്കെ നിങ്ങൾക്ക് തടയരുത് പഠിക്കാനുണ്ടെങ്കിൽ അതൊക്കെ പഠിപ്പിക്കുമ്പോൾ ആ ടെക്സ്റ്റ് അതിൻ്റെ ഭംഗിയൊക്കെ മനസ്സിലാവും. ഇനി നമുക്ക് ഒരാളെ പറ്റി കൂടി പറഞ്ഞാൽ ഏറെക്കുറെ ഇത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അത് പ്രധാനമായിട്ടും പറയുന്നത് ഇരയപ്പൻ തമ്പിയാണ്. ഇരയപ്പൻ തമ്പി എന്ന് പറയുന്നത് സ്വാതി തിരുനാളിൻ്റെ ബഹുമാന്യനായ വ്യക്തിയാണ്. സ്വാതി തിരുനാൾ ജനിച്ചപ്പോൾ സ്വാതി തിരുനാളിനെ കണ്ടിട്ട് ഓമനത്തിങ്കൾക്കിടാവോ എന്ന് മനോഹരമായ താരാട്ട് കൊണ്ട് മലയാളത്തിൽ അവിസ്മരണീയനായ കവിയാണ് ഈ ഇരയപ്പൻ തമ്പി. അദ്ദേഹം 3 ആട്ടക്കഥകളാണ് എഴുതിയിട്ടുള്ളത്. ദക്ഷയാഗം, ഉത്തരാസ്വയംവരം, കീചകവധം. ഇതിൽ എടുത്തു പറയാനുള്ള കാര്യം ആട്ടക്കഥാ സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദണ്ഡനം ഇരയപ്പൻ തമ്പിയുടേതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കുമ്പി ഇരയപ്പൻ തമ്പിയുടേതാണ്. ദണ്ഡകം കീചകവധത്തിലെ ക്ഷോണീന്ദ്രപത്നിയുടെ വാണിജ്യശമ്യമന് രേണീ വിലോചന നടുക്കി വിഴിയട കലങ്ങി വിവശതയിൽ മുങ്ങി പലതടവും അതിനു പുനരവളോട് പറഞ്ഞളവു പരുഷമൊഴി കെട്ടുക നടത്തി. ദണ്ഡകം എന്ന് വെച്ചാൽ എന്താ? അത് ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. ഒരു വരിയിൽ 26 അക്ഷരത്തിൽ കൂടുതലുള്ള ശ്ലോകങ്ങളാണ് ദണ്ഡകം. സംസ്കൃതത്തിൽ ഒരു വരിയിൽ ഒരക്ഷരമുള്ള ശ്ലോകമുണ്ട്. ശ്രീ എന്നാണ് വൃത്തം. 4 വരിയിൽ കൂടി 4 അക്ഷരമേ ഉള്ളൂ. വൃത്തപഞ്ചലികാരൻ ലക്ഷണം പറയും. ഗം താൻ ശ്രീ യം. ആദ്യത്തെ വരി ഗം, രണ്ടാമത്തെ വരി താൻ, മൂന്നാമത്തെ വരി ശ്രീ, നാലാമത്തെ വരി യാ. ഗം താൻ ശ്രീ യാം. ഓരോ വരിയിലും ഓരോ ഗുരു അക്ഷരം വന്നാൽ ശ്രീ എന്നുള്ള വൃത്തമായി. എന്താ കുട്ടി എന്ന് ചോദിച്ചാൽ ശ്രീ വൃത്തത്തിലുള്ള ശ്ലോകമാണ്. എന്താ കുട്ടി, കുട്ടി തിരിച്ച് പോടാമില്ലേ എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു ശ്ലോകമായി. അങ്ങനെ കൂടിക്കൂടി ശാർദൂല വിക്രീഡം, ശ്രദ്ധര, കുസുമമഞ്ജരി ഒക്കെ കഴിഞ്ഞിട്ട് 26 അക്ഷരവും കഴിഞ്ഞ് വരുന്നതിനാണ് ദണ്ഡകം എന്ന് പറയുക. ഇപ്പം ക്ഷോണീന്ദ്രപത്നിയുടെ വാണിജ്യശമ്യമന് രേണീ വിലോചന നടുക്കി വിഴിയണ കലങ്ങി വിവശതയിൽ മുങ്ങി പലതടവും അതിന് പുനരവളോട് പറഞ്ഞളവ് പരുഷമൊഴി കേട്ടുടൻ അടങ്ങി. ആദ്യത്തെ തന്നെയാണ്.
ഗാത്രം വിറച്ചിതതി മാത്രം കരത്തിലത പാത്രം ധരിച്ച വിട നിന്നു പതികമവി നിന്നു പരിയോട് നടന്നു ഹരിണരിപുവന സഹിത ദരിയലിക പോകും ഒരു ഹരിണിയുടെ വിഭജന കലർന്നു. രണ്ടാമത്തെ വരിയാണ്. അവിടെ കഥ പറയുക മാത്രമല്ല അഭിനയവും കൂടിയിട്ട്. ശ്ലോകത്തിൽ കഥ പറയും, പദങ്ങളിൽ അഭിനയിക്കും, ദണ്ഡകത്തിൽ ഇത് രണ്ടുമുണ്ട്. ആട്ടക്കഥാസാഹിത്യത്തിലെ ഏറ്റവും മനോഹരമായ ദണ്ഡകം എഴുതിയത് ഇരയമ്മൻ തമ്പിയാണ്. അതേപോലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള കുമ്പിയും വീരാവിരാടാകുമാരാവിപ്പോ ചാരുതരഗുണ സാഗരഭൂ എന്ന് തുടങ്ങിയത്. ഇതിനെ കുറെ ആട്ടക്കഥകളുടെ പേര് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. അശ്വതി തിരുനാൾ മഹാരാജാവാവുന്നതിന് മുമ്പ് മരിച്ച ഒരാളാണ് അദ്ദേഹം. തിരുവിതാംകൂറിൽ അദ്ദേഹത്തിൻ്റെയാണ് മനോഹരമായിട്ടുള്ള ചില ആട്ടക്കഥകളുണ്ട്. അതിലേറ്റവും പ്രധാനം പൂതനാമോഷവും രുക്മിണി സ്വയംവരവുമാണ്. അതിപ്പോഴും പല ദിക്കുകളിലും അഭിനയിക്കാറുള്ളതാണ്. അതേപോലെ തന്നെ എടവട്ടിക്കാട്ട് നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ ബാണയുദ്ധം എന്നൊരു ആട്ടക്കഥയുണ്ട്. ഈ ബാണയുദ്ധത്തിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് ബദ്ധനസ്രായ യുദ്ധത്തിലുള്ള വള്ളത്തോളിൻ്റെ ഖണ്ഡകാവ്യത്തിൽ നമ്മൾ കാണും. കുഞ്ചൻ നമ്പ്യാർ ചില ആട്ടക്കഥകൾ എഴുതിയിട്ടുണ്ട്. കലക്കത്ത് തന്നെയുള്ള രാഘവൻ നമ്പ്യാർ ശാകുന്തളം ആട്ടക്കഥ എഴുതിയിട്ടുണ്ട്. കല്ലൂർ നമ്പൂരിയുടെ ആട്ടക്കഥയാണ് ബാലി വിജയൻ എന്ന് പേരുന്നത്. കാർത്തിക തിരുനാൾ എഴുതിയിട്ടുണ്ട് രാജസൂയം, സുഭദ്രാഹരണം. ഞാൻ ഈ പ്രധാനപ്പെട്ടത് മാത്രമേ പറയുള്ളൂ. കുട്ടിക്കുഞ്ഞു തങ്കച്ചി ഇരമൻ തമ്പിയുടെ മകളാണ് കുട്ടിക്കുഞ്ഞു തങ്കച്ചി. അവർ പാർവതി സ്വയംവരം, പാലാഴി മഥനം, ശ്രീമതി സ്വയംവരം, അങ്ങനെ കേരളവർമ്മ വലിയ വീട്ടപ്പൻ 4-5 ആട്ടക്കഥകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ആട്ടക്കഥ മുരിങ്ങൂർ ശങ്കരൻ പോറ്റിയുടെ ധാരാളം അഭിനയിക്കാറുള്ളതാണ് കുചേലവൃത്തം. ഫോക്ക് എലിമെൻറ്റ് വളരെ കൂടുതലുള്ളവരാണ് പന്നിശ്ശേരി നാടുപിള്ളയുടെ നിഴൽക്കൂത്ത്, മന്ത്രവാദം ഒക്കെയാണ് അതിലുള്ളത്. അതുപോലെ തന്നെ പാലക്കാട്ട് അമൃതശാസ്ത്രികളുടെ അതിമനോഹരമായിട്ടുള്ള ഒന്നാണ് ലവണാസുരപഥം. മണ്ഡപപ്പള്ളി ഇട്ടിരാജീശ മേനോൻ്റെ രുക്മാംഗത എഴുതും. വയസ്കര മൂസിൻ്റെ ദുര്യോധനവധം. ഇങ്ങനെയാണ് അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 ആട്ടക്കഥകൾ. വള്ളത്തോളിൻ്റെ ഒരു ആട്ടക്കഥയുണ്ട് ഔഷധാഹരണം എന്ന്. വള്ളത്തോളിൻ്റെ കവിതയുടെ വലിയ ഭംഗിയൊന്നും അതിന് അവകാശപ്പെടാനില്ല. അടുത്ത കാലത്തുണ്ടായിട്ടുള്ള മറ്റ് പ്രസിദ്ധമായിട്ടുള്ള ആട്ടക്കഥകൾ ഒന്ന് മാരി എഴുതിയ കർണശപഥം, അത് ധാരാളം അഭിനയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഇട്ടിമാത്തു എന്നു പേരായിട്ട് ഒരു ക്രിസ്ത്യൻ കവി കൃഷ്ണാർജുന വിജയം എന്നൊരു ആട്ടക്കഥ എഴുതിയിട്ടുണ്ട്. അതിൽ അഭിനയിച്ച് കണ്ടിട്ടൊന്നുമില്ല, അങ്ങനൊരു ആട്ടക്കഥ എഴുതിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത കാലത്ത് കിട്ടിയിട്ടുള്ള നമ്മളുടെ ഏറ്റവും നല്ല ആട്ടക്കഥ NV കൃഷ്ണകുമാരൻ്റെ ശ്രീബുദ്ധചരിതം, ചിത്രാംഗത എന്ന് പേരാണ്. പിന്നെ ഉളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, അല്ല ഉളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയല്ല, OMC നമ്പൂതിരിപ്പാട് സ്നാപക ചരിതം എന്ന് പറഞ്ഞ് സ്നാപക യോഹന്നാൻ്റെ ആട്ടക്കഥയായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ചില ഇംഗ്ലീഷ് കഥകളൊക്കെ ആട്ടക്കഥകളാക്കിയിട്ടുണ്ട്. മാക്ബത്ത്, ഒഥല്ലോ ഇവയൊക്കെ ആട്ടക്കഥകളാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ ഒരു രംഗവേദിയോടൊന്നും അത് പൊരുത്തപ്പെട്ടു പോയില്ല. ഇപ്പോൾ ഗാന്ധി വിജയം ആട്ടക്കഥ, ഹിറ്റ്ലർ വധം ആട്ടക്കഥ, ഇതൊക്കെ ഒരു തരം കോമാളിത്തം എന്നല്ലാണ്ട് ഇതിനൊന്നും പറയാനൊന്നുമില്ല. പക്ഷെ നമ്മുടെ മണിപ്രവാള സാഹിത്യത്തിൻ്റെ രംഗാവതരണത്തിലെ ഉള്ള സാഹിത്യ രൂപം എന്നുള്ള നിലയിലാണ് ഒരു 10-15 ആട്ടക്കഥകൾ. അവ നമ്മളുടെ വളരെ മികച്ച ആട്ടക്കഥകൾ തന്നെയാണ്. നിങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അയ്മന കൃഷ്ണക്കൈമയുടെ കഥകളി വിജ്ഞാന കോശം എന്നുള്ള പുസ്തകം എവിടെ മറിച്ച് നോക്കിയാലും നിങ്ങൾക്ക് കഥകളിയെ പറ്റിയുള്ള ധാരാളം വിവരങ്ങൾ കിട്ടും. കഥകളി നടന്മാരെ പറ്റിയും അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഈ 56 ദിവസത്തെ അല്ലെങ്കിൽ 100 ദിവസത്തെ ആട്ടക്കഥകൾ, അതിനൊക്കെ ഡോക്ടർ SK നായർ എഴുതിയിട്ടുള്ള നല്ലൊരു ആമുഖമുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് കഥകൾക്ക് AD ഹരിശർമ്മ തളയരുത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഇൻട്രഡക്ഷൻ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ എന്നുള്ളതിൽ SK നായരാണ് ആട്ടക്കഥ എന്ന ചാപ്റ്റർ എഴുതിയിട്ടുള്ളത്. അത് വായിച്ചാലും കുറേ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. തൽക്കാലം ആട്ടക്കഥയെ പറ്റി നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. പൂർണ്ണമായിട്ടല്ല, ഇത് ഓരോന്നിനെ പറ്റിയും വിശദീകരിക്കാറുണ്ട്, എങ്കിലും ഇവിടെ നിർത്താൻ തൽക്കാലം.